ഹലോ വെൽക്കം ടു PK ലേണിംഗ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് അടുത്ത SCRTയുടെ അടുത്ത ഒരു സെഷനിലേക്ക് കടക്കുകയാണ്. പൊതുവരുമാനവും പൊതുചെലവും എന്ന് പറഞ്ഞ ഒരു വലിയ ടോപ്പിക്കാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിന് ഫസ്റ്റ് പാർട്ട് ഇന്ന് ഡിസ്കസ് ചെയ്യുകയാണ്. അപ്പം നമ്മളൊരു എക്കണോമിക്സ് പെർസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ, നമ്മളൊരു എക്സാം പെർസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിലും ഈ ഒരു ടോപ്പിക് അല്ലെങ്കിൽ പൊതുവരുമാനവും പൊതുചെലവും എന്ന് പറയുന്നത് ഭയങ്കര വോളറ്റൈൽ ആയിട്ടുള്ള ഒരു ടോപ്പിക് കൂടിയാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ബേസിക് കണ്ടന്റ് പഠിക്കുന്നത് മാത്രമല്ല, ഇപ്പോൾ കറണ്ട് അഫെയറിൽ എന്താണോ റെലവൻ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഉദാഹരണത്തിന് GST ബില്ല് ഗവൺമെൻറ് അവതരിപ്പിച്ചു. അപ്പോൾ അതുപോലെ ഓരോ തവണയും ഓരോ ഗവൺമെൻറ്റുകൾ മാറി വരുമ്പോഴും അവരുടെ ഓരോ വർഷത്തെ ബഡ്ജറ്റ് അനുസരിച്ചിട്ടും ഒരുപാട് ക്വാണ്ടിറ്റീസിന് മാറ്റം വന്നുകൊണ്ടേയിരിക്കുന്നു, ഒരുപാട് വാല്യൂസിന് മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു, പോളിസികൾക്ക് മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു. സോ ഇത്തരത്തിൽ നോക്കുമ്പോൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ പൊതുവരുമാനവും പൊതുചെലവും എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് പഠിക്കുന്ന സമയത്ത് കറണ്ട് അഫെയറും കൂടി ലിങ്ക്ഡ് ആയിട്ട് വാല്യൂസും കൂടി പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓരോ വർഷം ഗവൺമെൻറ് അവതരിപ്പിക്കുന്ന ബജറ്റുകളുടെ പ്രത്യേകതകൾ എന്താണെന്നും അതെല്ലാം നമുക്ക് ഈ ഒരു ടോപ്പിക്കുമായിട്ട് കണക്റ്റഡ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സ്റ്റാറ്റിക് പാർട്ടാണ് നമ്മൾ പ്രധാനമായിട്ടും SCRT ചാപ്റ്ററുകളിലൂടെ കവർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫസ്റ്റ് രീതിയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് ബജറ്റ് എന്ന രീതിയിൽ നമുക്ക് ആദ്യമേ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ബജറ്റാണ്. എന്താണ് ബജറ്റ് എന്നുള്ളതാണ്. ഒരു സാമ്പത്തിക വർഷത്തിൽ സർക്കാർ പ്രതീക്ഷിക്കുന്ന ചെലവും വരവും ഉൾക്കൊള്ളിച്ചുകൊണ്ട് തയ്യാറാക്കുന്ന ധനരേഖയാണ് ബജറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ബജറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, ഒരു വർഷം ഗവൺമെന്റിന് എന്താണ് ഒരു സ്ഥലത്ത് ഒരു ഗവൺമെന്റ് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ എല്ലാ രാജ്യങ്ങൾക്കും അവരുടേതായിട്ടുള്ള റെസ്പെക്റ്റീവ് ടൈപ്സ് ഓഫ് ഗവൺമെന്റ്സ് ഉണ്ടാവും. അപ്പോൾ ഈ ഗവൺമെന്റ് ആണ് ഈ നാട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്, ജനങ്ങളുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റുന്നത് ഗവൺമെന്റ് ആണ്. അപ്പോൾ ഈ ഗവൺമെന്റിന് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ പൈസ വേണം. പൈസ ഇങ്ങോട്ട് കിട്ടാനൊരു സോഴ്സ് ഉണ്ടാവും, ഇവരിത് ചെലവഴിക്കുന്നതിനും ഒരു രീതി ഉണ്ടാവും. അപ്പോൾ ഇത് പക്ക പ്ലാൻഡ് ആയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതിനൊക്കെ ഒരു റെക്കോർഡിക്കലായിട്ടുള്ള ഒരു ഡാറ്റ വേണം. അപ്പോൾ ഈ സാധനം തയ്യാറാക്കുന്നത് എങ്ങനെയാണ്? ഒരു ബജറ്റിലൂടെയാണ്. ഒരു വർഷം മുന്നേ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്ലാൻഡ് ആയിട്ട് ഒരു ബജറ്റ് പ്രിപ്പയർ ചെയ്യുന്നു. ഈ വർഷം നമുക്ക് എവിടെ നിന്നൊക്കെ ഫണ്ട് കിട്ടും, എവിടെ നിന്നൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്, ഇവിടെയൊക്കെ നമ്മൾ എങ്ങനെ ചെലവഴിക്കുന്നുണ്ട്, കഴിഞ്ഞ വർഷം നമുക്ക് എവിടെ നിന്നൊക്കെ പൈസ കിട്ടിയിട്ടുണ്ട്, നമ്മൾ അത് എങ്ങനെയൊക്കെ ചെലവഴിച്ചിട്ടുണ്ട്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ റെക്കോർഡിക്കലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രസന്റ് ചെയ്യുന്നു. കാരണം ഒരു ഗവൺമെന്റ് പ്രവർത്തിക്കുന്നത് ജനങ്ങളുടെ വിശ്വാസത്തിലാണ്. അപ്പോൾ ഈ ജനങ്ങളോട് ഇത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധിപ്പിക്കുക എന്നുള്ളത് ഗവൺമെന്റിന്റെ റെസ്പോൺസിബിലിറ്റി കൂടിയാണ്. ഇവർ പറയുന്ന ബജറ്റ് അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യുന്ന ബജറ്റ്, പ്രവർത്തിക്കുന്ന രീതികളും കാര്യങ്ങളും എല്ലാം ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു? ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. എന്തുവഴി? ബജറ്റ് വഴി. അപ്പോൾ ഒരു സാമ്പത്തിക വർഷത്തിൽ ഓരോ ഗവൺമെന്റുകൾക്കും ഓരോ രാജ്യങ്ങളിലും വ്യത്യസ്തമായിട്ടുള്ള സാമ്പത്തിക വർഷങ്ങളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഒരു സാമ്പത്തിക വർഷത്തിൽ സർക്കാർ പ്രതീക്ഷിക്കുന്ന ചെലവും വരവും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ധനരേഖയാണ് ബജറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബജറ്റ് എന്ന് പറഞ്ഞ വാക്ക് ഒരിക്കലും എന്തിലില്ല, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടില്ല. പകരം അതിന് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്നായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ സാധാരണഗതിയിൽ ബജറ്റ് ജനറലൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഒരു സാമ്പത്തിക വർഷം ഒരു ടൈം പീരീഡ് ഉണ്ടാകും. ചിലപ്പോൾ ജനുവരി മുതൽ ഡിസംബർ വരെ ആയിരിക്കും, ചിലപ്പോൾ മാർച്ച് മുതൽ ഏപ്രിൽ വരെ ആയിരിക്കും. ഡെസ്പൈറ്റ് എന്താണോ അതിൻ്റെ ഡേറ്റ്, ഒരു സാമ്പത്തിക വർഷമായിരിക്കും ഇത് തയ്യാറാക്കുന്നത്. ആ ഒരു സാമ്പത്തിക വർഷത്തെ ഗവൺമെൻറ്റിൻ്റെ ചിലവും വരവും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മൾ തയ്യാറാക്കുക, ഈ ബജറ്റ് തയ്യാറാക്കുക. തുകൽബാഗ് എന്നർത്ഥം വരുന്ന ഫ്രഞ്ച് പദമായ ബുഗെറ്റ് എന്ന വാക്കിൽ നിന്നാണ് ബജറ്റ് എന്ന വാക്കിൻ്റെ ഉത്ഭവം. അപ്പം ബജറ്റ് എന്ന വാക്ക് ഉദ്ഭവിക്കുന്നത് ഒരു ഫ്രഞ്ച് പദത്തിൽ നിന്നാണ്. ഈ ഫ്രഞ്ച് പദത്തിൻ്റെ പേരാണ് ബുഗെറ്റ്. ബുഗെറ്റ് എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് പദം, അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് തുകൽബാഗ് എന്നാണ്. തുകൽബാഗിലാണ് ഇത് പ്രസന്റ് ചെയ്തിരുന്നത്, ഡാറ്റാസ് മുഴുവൻ കളക്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള രീതിയിൽ. ബുഗെറ്റ് എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് ബജറ്റ് എന്ന് പറഞ്ഞ വാക്ക് പിന്നീട് ഉണ്ടായത്. ആദ്യമായിട്ട് ഇത് അവതരിപ്പിക്കുന്നത് 11ാം നൂറ്റാണ്ടിലാണ് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. 11ാം നൂറ്റാണ്ടിലായിരുന്നു ആദ്യമായിട്ട് ബജറ്റ് അവതരിപ്പിച്ചിരുന്നത്. അപ്പോൾ ബജറ്റുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഒരു സാമ്പത്തിക വർഷമാണ് ഇത് തയ്യാറാക്കുന്നത്. സർക്കാരിൻ്റെ ചിലവും വരവും ആയിരിക്കും അതിനകത്ത് പ്രധാനമായിട്ട് ഉണ്ടാവുക. തുകൽബാഗ് എന്നർത്ഥം വരുന്ന ഫ്രഞ്ച് പദമായിട്ടുള്ള ബുഗെറ്റ് എന്ന് പറഞ്ഞ വാക്കിൽ നിന്നാണ് ഇത് വന്നത്. കൂടാതെ 11ാം നൂറ്റാണ്ടിൽ ആദ്യമായിട്ട് ഇത് അവതരിപ്പിച്ചത് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായിട്ട് കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചത് ആരാണ്? അന്നത്തെ ധനകാര്യമന്ത്രിയായിരുന്ന RK ഷൺമുഖം ചെട്ടിയാണ്. RK ഷൺമുഖം ചെട്ടിയാണ് ആദ്യമായിട്ട് സ്വതന്ത്ര ഇന്ത്യയിൽ ഒരു ബജറ്റ് അവതരിപ്പിച്ചത്. ഇതാണ് RK ഷൺമുഖം ചെട്ടി എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹമാണ് ആദ്യത്തെ ഇൻഡിപെൻഡന്റ് ഇന്ത്യയിലെ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്നത്. അദ്ദേഹമാണ് ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. വരവ് ചെലവുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ബജറ്റിനെ 3ആയിട്ട് തരംതിരിക്കാൻ കഴിയും. എങ്ങനെയൊക്കെയാണ്? അതായത് ബജറ്റ് നമ്മൾ പ്രസന്റ് ചെയ്യുന്ന സമയത്ത് നമുക്കുള്ള 2 കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു. എന്താണ്? ഈ വരവും ചെലവും. വരവ് ചെലവ് എന്ന് പറഞ്ഞ 2 കാര്യങ്ങൾ. വരവും ഉണ്ടാവും, ചെലവും ഉണ്ടാവും. അപ്പോൾ വരവ് ചെലവിനേക്കാളും കൂടുതലാവാം, ചെലവ് വരവിനേക്കാളും കൂടുതലാവാം, 2 ഈക്വലാവാം. 3 കണ്ടീഷൻസാണ് ഉള്ളത്. ഈ 3 കണ്ടീഷൻസിനനുസരിച്ച് നമുക്ക് അതിനെ മിച്ച ബജറ്റ് എന്നോ സന്തുലിത ബജറ്റ് എന്നോ കമ്മി ബജറ്റ് എന്നോ വിളിക്കാം. നമുക്കിത് പേരിൽ തന്നെ മനസ്സിലാക്കാവുന്നുള്ളൂ. മിച്ചം എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ പൈസ ബാക്കി ഉണ്ടാവും. സന്തുലിതം എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വലാണ്, പൈസ ബാക്കി ഉണ്ടാവില്ല. കമ്മി എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ കുറവായിരിക്കും, നമുക്ക് കടബാധ്യതയായി പോകും. അപ്പോൾ ഈ ബജറ്റിന് നമ്മൾ മിച്ച ബജറ്റ് എന്നും സന്തുലിത ബജറ്റ് എന്നും കമ്മി ബജറ്റ് എന്നും തിരിക്കാനുള്ള കാരണം, അല്ലെങ്കിൽ സർപ്ലസ് ബജറ്റ്, ബാലൻസ്ഡ് ബജറ്റ്, ഡെഫിസിറ്റ് ബജറ്റ് എന്ന് തിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അതിന് വരവും ചെലവും തമ്മിലുള്ള ഇക്വേഷൻ അനുസരിച്ചിട്ടാണ്.
അപ്പോൾ നമ്മുടെ കയ്യിൽ വരവ് കൂടുതലും ചെലവ് കുറവാണെങ്കിൽ നമുക്ക് 100 കോടി രൂപയുണ്ട്, എന്നാൽ 80 കോടിയേ ചിലവായുള്ളൂ. അപ്പോൾ 20 കോടി രൂപ നമ്മുടെ കയ്യിൽ ബാലൻസ് ആണ്. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് അതിനെന്ത് വിളിക്കാം? മിച്ച ബജറ്റ് അല്ലെങ്കിൽ സർപ്ലസ് ബജറ്റ് എന്ന് വിളിക്കാം. ഇനി വരവും ചെലവും തുല്യമാണ്, 100 കോടി രൂപ കയ്യിൽ കിട്ടിയപ്പോൾ 100 കോടി രൂപ ചിലവായെങ്കിൽ നമുക്കതിനെ സന്തുലിത ബജറ്റ് എന്ന് വിളിക്കാം. സന്തുലിത ബജറ്റ് എന്ന് വിളിക്കാം. ഇനി കമ്മി ബജറ്റ് എന്നാണ് നമ്മൾ വിളിക്കുന്നതെങ്കിലോ വരവ് കുറവും ചെലവ് കൂടുതലുമാവാം. വരവ് കുറവും ചെലവ് കൂടുതലുമാവാം. അപ്പോൾ നമുക്ക് 100 കോടി രൂപ നമ്മുടെ കയ്യിലുണ്ട്, പക്ഷേ 120 കോടി രൂപ നമുക്ക് ചിലവുണ്ടെങ്കിൽ നമുക്കതിനെ കമ്മി ബജറ്റ്, നമ്മുടെ കയ്യിൽ ബാലൻസ് ഇല്ല, അത് നമുക്ക് ഡെഫിസിറ്റ് ബജറ്റ് എന്ന് വിളിക്കാം. അപ്പോൾ വരവ് കൂടുതലും ചെലവ് കുറവുമായ ബജറ്റിനെ നമ്മൾ മിച്ച ബജറ്റ് എന്നും വരവും ചെലവും തുല്യമാക്കുമ്പോൾ സന്തുലിതമെന്നും വരവ് കുറവും ചെലവ് കൂടുതലായിട്ടുള്ള ബജറ്റിനെ നമുക്ക് കമ്മി ബജറ്റ് എന്ന് വിളിക്കാം. പേരിൽ നിന്ന് തന്നെ സൂചിപ്പിക്കുന്നുണ്ട്, നമുക്ക് ആ ഒരു വാക്കിൽ നിന്ന് തന്നെ മനസ്സിലാക്കുക വരവും ചെലവും തമ്മിലുള്ള വ്യത്യാസമാണ്. ഇനി ബജറ്റിനെ കുറിച്ച് നമ്മൾ എവിടെയാണ് പറയുന്നത്? ഭരണഘടനയിൽ പറയുന്നത് അനുച്ഛേദം 112ലാണ്. അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ബജറ്റ് എന്ന് പറഞ്ഞ വാക്കല്ല, ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്ന വാക്കാണ് ഭരണഘടനയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതെന്തിനെ കുറിക്കുന്നു? ബജറ്റിനെ കുറിക്കുന്നു. 112 അനുച്ഛേദം 112ലാണ് ഇതിനെപ്പറ്റി പ്രധാനമായിട്ടും മെൻഷൻ ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. അടുത്തതായി, ഓരോ സാമ്പത്തിക വർഷവും ഗവൺമെന്റിന്റെ വരവ് ചെലവുകൾ കണക്കാക്കി ഒരു പ്രസ്താവന തയ്യാറാക്കി പാർലമെന്റിൽ അവതരിപ്പിക്കേണ്ടത് ഇന്ത്യയിൽ സർക്കാരുകളുടെ ഭരണഘടനാപരമായ ബാധ്യതയാണ് എന്നാണ് എന്ത് പറയുന്നത്? നമ്മൾ മുന്നേ പറഞ്ഞ ആർട്ടിക്കിൾ 112 അല്ലെങ്കിൽ അനുച്ഛേദം 112 പ്രധാനമായിട്ടും പറയുന്നത്. അപ്പോൾ ഓരോ സാമ്പത്തിക വർഷവും ആ ഗവൺമെന്റ് എന്ത് ചെയ്യണം? അവിടെ ഏത് ഗവൺമെന്റ് ആണോ ഉള്ളത്, ആ റെസ്പെക്റ്റീവ് ഗവൺമെന്റ് അവരുടെ വരവ് ചെലവുകൾ കണക്കാക്കി ഒരു പ്രസ്താവന തയ്യാറാക്കി പാർലമെന്റിൽ അവതരിപ്പിക്കണം. അത് ആ ഗവൺമെന്റിന്റെ ബാധ്യതയാണ് എന്നാണ് ആർട്ടിക്കിൾ 112 പറയുന്നത്. അനുച്ഛേദം 112 പറയുന്നത്, ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം ആർട്ടിക്കിൾ 112 പറയുന്നത്. മാർച്ച് 31 മുതൽ അടുത്ത വർഷം ഏപ്രിൽ 1 വരെയാണ് സാമ്പത്തിക വർഷം കണക്കാക്കുന്നത്. ഈ വാർഷിക ധനകാര്യ പ്രസ്താവനയാണ് ബജറ്റ് രേഖകൾ പ്രധാനപ്പെട്ടത്. അപ്പം ഇന്ത്യയിൽ നമ്മൾ പറഞ്ഞു ഒരു സാമ്പത്തിക വർഷമാണ് പ്രധാനമായിട്ട് ഈ ബജറ്റ് തയ്യാറാക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അത്തരത്തിൽ മാർച്ച് 31 മുതൽ ഏപ്രിൽ 1 വരെയുള്ള കാലഘട്ടത്തെയാണ് നമ്മൾ ഇന്ത്യയിൽ സാമ്പത്തിക വർഷമായിട്ട് കണക്കാക്കുന്നത്. ഇത് എല്ലാ വർഷവും ഇങ്ങനെ ആയിരുന്നില്ല, ഒരുപാട് മാറ്റങ്ങളിലൂടെയാണ് ഈ മാർച്ച് 31 മുതൽ ഏപ്രിൽ 1 വരെ എന്നുള്ള കാലഘട്ടം വന്നത്. നിലവിലെ അവസ്ഥയിൽ മാർച്ച് 31 മുതൽ ഏപ്രിൽ 1 വരെയാണ് എന്നുള്ള കാലഘട്ടം മനസ്സിലാക്കി വയ്ക്കുക. അതായത് നിലവിൽ ഇന്ത്യയുടെ സാമ്പത്തിക വർഷമായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ ഈ ഓരോ സാമ്പത്തിക വർഷം എന്ത് ചെയ്യുന്നു? നമ്മൾ ബജറ്റ് രേഖകളിൽ പ്രധാനപ്പെട്ട ഒന്നായ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അഥവാ വാർഷിക ധനകാര്യ പ്രസ്താവന തയ്യാറാക്കുന്നു. അപ്പോൾ ഇത് ഗവൺമെന്റിന്റെ ബാധ്യതയാണെന്നാണ് എന്തിൽ പറഞ്ഞത്? ആർട്ടിക്കിൾ 112 പറഞ്ഞത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി ബജറ്റ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഇന്ത്യയിൽ ബജറ്റ് അവതരിപ്പിച്ച ആദ്യമായിട്ട് ആരാന്ന് പറഞ്ഞു. ഇന്ത്യയിൽ ബജറ്റ് അവതരിപ്പിക്കുന്ന ഡേറ്റ് ഏത് ടൈം പീരീഡിലാണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി ബജറ്റിൽ എന്തൊക്കെയാണ് ഉള്ളതെന്നാണ് നമ്മൾ അടുത്തായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബജറ്റിന് പ്രധാനമായിട്ടും 2 അക്കൗണ്ടുകളാണ് ഉള്ളത്. അപ്പോൾ ഒരു ബജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് ഗവൺമെന്റ് പറയാണ് ഇത് 2 അക്കൗണ്ടുകളുണ്ട്. ഈ 2 അക്കൗണ്ടുകളെയും വ്യത്യസ്തമായ രീതിയിലായിരിക്കും ഗവൺമെന്റ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ അതിന്റെ പേരുകളാണ്, ഒന്ന് റവന്യൂ അക്കൗണ്ടും ഒന്ന് മൂലധന അക്കൗണ്ടും. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് മനസ്സിലാക്കാൻ പോകുന്നത് എന്താണ് ഈ റവന്യൂ അക്കൗണ്ട് എന്നും എന്താണ് ഈ മൂലധന അക്കൗണ്ട് എന്നുമാണ്. നടപ്പ് ധനകാര്യ വർഷവുമായി ബന്ധപ്പെട്ടവകളാണ് ഈ റവന്യൂ അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നടപ്പ് ധനകാര്യ വർഷവുമായി ബന്ധപ്പെട്ടവളാണ് ഈ പറയുന്ന റവന്യൂ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇത് റവന്യൂ ബജറ്റ് എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ അത് ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ റവന്യൂ അക്കൗണ്ടിനെ പറ്റിയിട്ടാണ്. അപ്പോൾ റവന്യൂ അക്കൗണ്ടിന്റെ മറ്റൊരു പേരാണ് റവന്യൂ ബജറ്റ് എന്ന് നമ്മൾ വിളിക്കും. റവന്യൂ അക്കൗണ്ട് അഥവാ റവന്യൂ ബജറ്റ് എന്ന് വിളിക്കും. അപ്പോൾ ഈ റവന്യൂ എന്ന് പറഞ്ഞതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലാക്കണം. അതുകൂടാതെ മൂലധന അക്കൗണ്ട് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ ഈ ഗവൺമെന്റിന്റെ ആസ്തി, ബാധ്യത എന്നിവയുമായി ബന്ധപ്പെട്ടതാണ് ഈ മൂലധന അക്കൗണ്ട് എന്ന് പറയുന്നത്. ഗവൺമെന്റിന്റെ ടോട്ടൽ അസറ്റ്സ് എന്താണ്, ഗവൺമെന്റിന്റെ ബാധ്യതകൾ എന്താണെന്നാണ് പ്രധാനമായിട്ടും ഈ മൂലധന അക്കൗണ്ടിൽ പ്രധാനമായിട്ടും പറയുന്നത്. ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? മൂലധന ബജറ്റ് അഥവാ ക്യാപിറ്റൽ ബജറ്റ് എന്നും വിളിക്കാം. മറ്റേതിനെ നമ്മൾ എന്ത് വിളിച്ചു? റവന്യൂ ബജറ്റ് എന്ന് വിളിച്ചു. ഇതിനെ മൂലധന ബജറ്റ് എന്ന് വിളിച്ചു. ബേസിക് എന്താണ് നമ്മൾ പറഞ്ഞു. ഇനി എന്താണ് ഈ മൂലധനം ബജറ്റ് എന്നും എന്താണ് ഈ റവന്യൂ ബജറ്റ് എന്നും നമ്മൾ മനസ്സിലാക്കണം. സോ ആദ്യമായിട്ട് നമ്മൾ പറയുന്നത്, നമുക്കൊരു ഫ്ലോ ചാർട്ട് കാണിച്ചിട്ടുണ്ട്. നമ്മൾ 11th ടെക്സ്റ്റിൽ നിന്നുള്ള ഡയറക്റ്റ് എടുത്തിരിക്കുകയാണ്. സർക്കാർ ബജറ്റിനെ നമുക്ക് 2 ആയിട്ട് തിരിക്കാം, റവന്യൂ ബജറ്റ് എന്നും മൂലധന ബജറ്റ് എന്നും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് മനസ്സിലാക്കുക, റവന്യൂ ബജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് നമുക്കൊരു 1 സൈഡഡ് ചെലവാണ്. ഗവൺമെന്റ് ആ ഒരു രാജ്യത്തെ വെൽഫെയറിന് വേണ്ടിയിട്ടും അവിടുത്തെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടും ചെലവഴിക്കുന്ന പണത്തെയാണ് നമ്മൾ റവന്യൂ ബജറ്റിൽ പ്രധാനമായിട്ടും ഉൾക്കൊള്ളിക്കുക. അപ്പോൾ ഈ ബജറ്റ് എന്ന് പറയുമ്പോൾ അതിൽ വരവും ചെലവും ഉണ്ടായിരിക്കും, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ റവന്യൂ ചെലവുകളും ഉണ്ടായിരിക്കും, റവന്യൂ വരവുകളും ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് രണ്ടും എന്തിനെ കുറിക്കുന്നു? ഇത് രണ്ടായാലും ഒരു 1 സൈഡഡ് ആയിരിക്കും. അതായത് തിരിച്ചു കിട്ടുക എന്ന് പറയുന്ന ഒരു രീതിയിലായിരിക്കും നമ്മൾ ചെലവഴിക്കുന്നത്. അപ്പോൾ ഗവൺമെന്റ് വെൽഫെയറിന് വേണ്ടി ചെലവഴിക്കുമ്പോൾ ഗവൺമെന്റിന് അവർ തിരിച്ച് ഈ പൈസ തരുമെന്ന് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രതീക്ഷിക്കാൻ പറ്റില്ല. എന്നാൽ വരവെന്ന് പറഞ്ഞാലോ, ഗവൺമെന്റിന് ഈ പറയുന്ന ആളുകൾ കൊടുക്കുന്ന പൈസ 1 സൈഡായിട്ട് ഗവൺമെന്റ് വാങ്ങുകയാണ്. ആ ഒരു രീതിയിൽ വാങ്ങുന്നതിന് നമുക്ക് എന്ത് പറയാം, ഈ ഒരു റവന്യൂവിൽ പെടുത്താം. അപ്പോൾ എപ്പോഴും ഒരു 1 സൈഡഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി പറയും. അപ്പോൾ വെൽഫെയർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ആളുകൾ അവരുടെ മെച്ചപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി ഗവൺമെന്റ് അവരുടെ ഒരു കടമയായിട്ട് കണ്ടുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ ചെലവഴിക്കുന്നു. അത് അപ്പോൾ ആ ഒരു പൈസ
പൈസ ചിലവഴിക്കുന്നു. അപ്പോൾ നമുക്ക് അതിന് എന്ത് ചെയ്യാം, ഒരു വൺ സൈഡഡ് ചിലവാണ്, തിരിച്ചൊന്നും എക്സ്പെക്ട് ചെയ്യാതെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ എന്തിൽ ഉൾപ്പെടുത്തുക, ഈ റവന്യൂ ബജറ്റ് എന്ന്. അതായത് പ്രധാനമായിട്ടും റവന്യൂ ബജറ്റ് എന്ന് പറയുമ്പോൾ ഒരു വൺ സൈഡഡ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഫിനാൻഷ്യലി തന്നെ വേറൊരു തിരിച്ച് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ വെൽഫെയർ ചെയ്യുന്ന സമയത്ത് ആളുകൾ വേറൊരു മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് എത്തുന്നു എന്നൊരു ലക്ഷ്യം അതിനുണ്ട്. അതിനൊരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു എയിം അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, തിരിച്ചിങ്ങോട്ട്. അപ്പോൾ റവന്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രധാനമായിട്ടും ഗവൺമെന്റിന്റെ ഡേ ടു ഡേ എക്സ്പെൻഡിച്ചറിന് വേണ്ടിയിട്ട് വരുന്ന ചിലവുകൾ, സാലറി അലവൻസ് പോലുള്ള കാര്യങ്ങളൊക്കെയാണ്, വെൽഫെയർ ആക്ടിവിറ്റീസിന് വേണ്ടി ചെയ്യുന്ന ചിലവുകളാണെന്നുള്ള കാര്യം പ്രധാനമായിട്ട് ഓർത്തിരിക്കുക. ഇപ്പോൾ ചില ഗവൺമെന്റുകൾ റവന്യൂ ചെലവിനുകൾക്കായിരിക്കും കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. ഇപ്പോൾ ഇന്ത്യയിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ കേരളം പോലുള്ള സംസ്ഥാനങ്ങളൊക്കെ ഈ റവന്യൂ ചെലവ് കൂടുതൽ കൊടുക്കുന്ന ആളുകളാണ്. സാലറി അലവൻസുകളും ഒരുപാട് രീതിയിലുള്ള വെൽഫെയർ ആക്ടിവിറ്റീസ് ഒക്കെ നമ്മുടെ കേരള ഗവൺമെന്റ് നടത്താറുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിൽ എന്തായിരിക്കും കൂടുതൽ, റവന്യൂ എമൗണ്ട് ആയിരിക്കും കൂടുതൽ. എന്നാൽ നേരെ ഓപ്പോസിറ്റ് എന്താണ് ഈ മൂലധന ബജറ്റ് എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കുക, അതൊരു ക്യാപിറ്റൽ അസറ്റ് ആണ്. അതായത് നമ്മളൊരു ക്യാപിറ്റൽ ചെലവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, ക്യാപിറ്റൽ അല്ലെങ്കിൽ മൂലധനം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അത് എപ്പോഴും നമ്മളൊരു അസറ്റായിട്ട് കയ്യിൽ വെക്കുകയാണ്. കാരണം അത് നമുക്കൊരു റിട്ടേൺസ് തരും നമുക്കറിയാം. നമ്മൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്ത നാളെ നമുക്ക് അതൊരു റിട്ടേൺസ് ആയിട്ട് വരും. അതിനാണ് നമ്മൾ ക്യാപിറ്റൽ ഇടുക എന്ന് പറയുന്നത്. നമ്മളൊരു ബിസിനസ് സംരംഭം തുടങ്ങുകയാണെങ്കിൽ നമുക്ക് അതിനെ ആ ഒരു രീതിയിൽ നമ്മൾ പറയാറുണ്ട്, ക്യാപിറ്റൽ ഇടുക അല്ലെങ്കിൽ അതിനൊരു ക്യാപിറ്റൽ കണ്ടെത്തുക. എന്തിനാണ്, നാളെ നമുക്കിതൊരു തിരിച്ച് എന്തെങ്കിലും ഒരു കാര്യം തരുന്നുണ്ട്. പ്രധാനമായിട്ട് നമ്മളിതിന് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റുകളെ പറയാം ഉദാഹരണമായിട്ട്. അതായത് ഒരു ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കാലക്രമേണ, അപ്പോൾ നാളെ തന്നെ തിരിച്ചു തരുമെന്നല്ല, കുറേ വർഷങ്ങൾക്കുള്ളിൽ നമുക്കിതൊരു റിട്ടേൺസ് ആയിട്ട് നമുക്കിത് തിരിച്ചു വരും, അല്ലെങ്കിൽ ആ നാടിൻ്റെ ഡെവലപ്മെന്റ് വഴി നമുക്ക് എന്ത് ചെയ്യുന്നു, ഗവൺമെന്റിന് തന്നെ റിട്ടേൺ ആയിട്ട് വരുന്നുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ റവന്യൂ ബജറ്റും മൂലധന ബജറ്റും തമ്മിലുള്ള പ്രധാന വ്യത്യാസം മനസ്സിലാക്കുക. ബജറ്റ് എന്ന് പറയുമ്പോൾ അതിൽ വരവും ചെലവും ഉണ്ട്. അതിന് നമ്മൾ റവന്യൂ എന്നും മൂലധനം എന്നും തിരിച്ചിട്ടുണ്ട്. റവന്യൂ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് എന്താണ്, റവന്യൂ ബജറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് ഡേ ടു ഡേ എക്സ്പെൻഡിച്ചറിനും വെൽഫെയർ ആക്ടിവിറ്റീസ് പോലുള്ള കാര്യങ്ങൾക്ക് ഗവൺമെന്റ് ചെലവഴിക്കുന്ന ഒരു വൺ സൈഡഡ് ചെലവുകളാണ് റവന്യൂ ചെലവുകളും. വരവുകൾ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന് ഇങ്ങോട്ട് കിട്ടുന്ന വൺ സൈഡഡ് ആയിട്ടുള്ള റവന്യൂകളും. മൂലധനം എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു, ഒരു അസറ്റ് അവിടെ ഉണ്ടാവുന്നുണ്ട്. ഒരു അസറ്റ് റിഡക്ഷനോ അല്ലെങ്കിൽ അവിടെ ഗവൺമെന്റ് എടുക്കുന്ന വായ്പകളൊക്കെ ഈ ഒരു ഇതിൽ പെടുത്താൻ പറ്റും. നമ്മൾ കടം എടുക്കുകയാണെങ്കിൽ നമ്മൾ ആ കടം തിരിച്ചു കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിന് നാളെ റിട്ടേൺസ് കിട്ടും. അങ്ങനെ ടു സൈഡഡ് ആയിരിക്കും എന്ത്, മൂലധനം. സിംപ്ലി പുട്ട് റവന്യൂ എന്ന് പറയുമ്പോൾ വൺ സൈഡും ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ടു വേയും ആയിരിക്കും എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ റവന്യൂ ബജറ്റിന് റവന്യൂ വരുമാനമെന്നും റവന്യൂ ചെലവെന്നും നമ്മൾ തിരിച്ചിട്ടുണ്ട്. അതിനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ റവന്യൂ വരുമാനം അല്ലെങ്കിൽ വൺ സൈഡഡ് വരുമാനം എന്ന് നമ്മൾ പറഞ്ഞതിന് ടാക്സ് റവന്യൂ ആയിട്ടും നോൺ ടാക്സ് റവന്യൂ ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ടാക്സും നികുതി വരുമാനവും നികുതി ഇതര വരുമാനവും നമുക്ക് രണ്ടായിട്ട് തിരിക്കാനായിട്ട് സാധിക്കും. എന്നാൽ റവന്യൂ ചെലവാണെങ്കിലോ, റവന്യൂ ചെലവ് എന്ന് പറയുന്നത് പ്ലാൻഡ് റവന്യൂ ചെലവും നോൺ പ്ലാൻഡ് റവന്യൂ ചെലവും ഉണ്ട്. അതായത് റവന്യൂ ചെലവ് എന്ന് പറയുമ്പോൾ പ്ലാൻഡ് ആയിട്ട് നമ്മൾ ചെലവഴിക്കുന്നു. ഒരു കാര്യം നമ്മൾ ഫിക്സ്ഡ് ആയിട്ട് ഒരു പ്ലാൻ ഇട്ട് ചെലവഴിക്കുകയാണ്, ഇന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണമെന്ന്. അപ്പോൾ അത് പ്ലാൻഡ് റവന്യൂ ചെലവായിട്ടും വരാം, കൂടാതെ നോൺ പ്ലാൻഡ് റവന്യൂ ചെലവ് വരാം. അപ്പോൾ പ്ലാൻഡ് അല്ലെങ്കിൽ നോൺ പ്ലാൻഡ് ആയിട്ട് ചെലവഴിക്കുന്ന, നമ്മൾ പ്ലാൻഡ് ഔട്ട്, നമ്മളൊരു ഓൾറെഡി ഇട്ടിരിക്കുന്ന ഇത്ര ചെലവഴിക്കണം എന്നൊരു പ്ലാൻ ഇട്ടിട്ടുണ്ട്, അതല്ലാതെ ചെലവഴിക്കുന്ന പൈസകൾ നമുക്ക് എന്തിൽ കണക്ക് കൂട്ടാം, ഈ നോൺ പ്ലാൻഡ് റവന്യൂ ചെലവിൽ പ്രധാനമായിട്ടും കണക്ക് കൂട്ടാൻ വഴി. അപ്പം ഇതാണ് പ്രധാനമായിട്ട് റവന്യൂ വരുമാനത്തിൽ റവന്യൂ ചെലവിലും വരുന്നത്. അപ്പോൾ റവന്യൂ എന്ന് പറയുന്നത് വൺ സൈഡഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ പറഞ്ഞു. അതിൽ റവന്യൂ വരുമാനം എന്തെന്നും റവന്യൂ ചെലവ് എന്തെന്നും നമ്മൾ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം ഫ്ലോ ചാർട്ടിലൂടെ നമ്മൾ റെപ്രസെന്റ് ചെയ്ത് പറയുകയാണ്. അടുത്തായിട്ട് മൂലധന ബജറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിനകത്ത് മൂലധന വരവും മൂലധന ചെലവുകളും ഉണ്ടാവും. അപ്പോൾ ഈ മൂലധന വരവ് എന്ന് പറയുമ്പോൾ എന്താണ്, ഗവൺമെന്റിന് ഇങ്ങോട്ട് കിട്ടുന്ന വരുമാനമാണ്. അപ്പോൾ ഗവൺമെന്റ് മൂലധന റവന്യൂ അല്ലെങ്കിൽ മൂലധന വരുമാനം കിട്ടണമെങ്കിൽ ഗവൺമെന്റ് എന്ത് ചെയ്യേണ്ടി വരും, അവിടെ ഗവൺമെന്റിന്റെ ഒരു അസറ്റ് ഉണ്ടാവും. ഒരു അസറ്റ് വിറ്റിട്ട് ഗവൺമെന്റിന് വേണമെങ്കിൽ ഈ പറഞ്ഞ ഒരു ഫണ്ട് കണ്ടെത്താം, അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ കയ്യിലുള്ള ഒരു അസറ്റ് വിൽക്കുന്നത് കൂടാതെ വായ്പയായിട്ട് എടുക്കാം. ഇത് എന്തായിരിക്കും, ഇത് രണ്ടും ടു സൈഡഡ് ആയിരിക്കും. നമ്മുടെ അസറ്റ് കൊടുത്താൽ മാത്രമേ നമുക്ക് പൈസ കിട്ടൂ, അല്ലെങ്കിൽ നമ്മൾ വായ്പ എടുക്കാൻ നമ്മൾ നാളെ തിരിച്ചു കൊടുക്കുകയും വേണം. അപ്പോൾ നമുക്ക് ഒരു ടു വേ കാര്യം, കമ്മ്യൂണിക്കേഷൻ, ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ആണ് അവിടെ നടക്കുക എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി മൂലധന ചെലവുകളാവുന്ന സമയത്തും പ്ലാൻഡ് മൂലധന ചെലവും നോൺ പ്ലാൻഡ് മൂലധന ചെലവും ഉണ്ടാവും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓൾറെഡി പ്ലാൻഡ് ആയിട്ട് വെച്ച് ചെയ്യുന്ന ചെലവുകൾ ഉണ്ടാവും, പെട്ടെന്ന് വരുന്ന നോൺ പ്ലാൻഡ് ആയിട്ട് വരുന്ന ചില ചെലവുകളും ഉണ്ടാവും. അപ്പോൾ ഇത് പ്രധാനമായിട്ടും ചെലവുകളെ സംബന്ധിച്ചാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. നമ്മളിതൊന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദറ്റ് ഈ നമ്മൾ എന്താണ്, ഇപ്പോൾ ഒരു ഫ്ലോ ചാർട്ട് ബേസ്ഡ് ആയിട്ട് ബജറ്റിനെ നമ്മൾ രണ്ടായിട്ട് തിരിച്ചു, റവന്യൂ മൂലധനം, റവന്യൂ വരുമാനവും റവന്യൂ ചെലവായിട്ടും, മൂലധനത്തിന് മൂലധന വരവും മൂലധന ചെലവായിട്ട് തിരിച്ചു. ഇതിനെ തന്നെ നമ്മൾ എന്ത് ചെയ്തു, റവന്യൂ വരുമാനം എന്ന് പറയുന്നത് ടാക്സ് റവന്യൂ നോൺ ടാക്സ് റവന്യൂ ഉണ്ടെന്ന് മനസ്സിലാക്കി. റവന്യൂ ചെലവെന്ന് പറയുന്നത് പ്ലാൻഡ് റവന്യൂ ചെലവുണ്ട്, നോൺ പ്ലാൻഡ് റവന്യൂ ചെലവുണ്ടെന്ന് മനസ്സിലാക്കി. എന്നാൽ മൂലധന വരവിനും ഇതേപോലെ തന്നെയാണ്, ഗവൺമെന്റ് ഒരു അസറ്റ് വിറ്റിട്ടോ അല്ലെങ്കിൽ കടമെടുത്തിട്ടോ ആയിരിക്കും ഈ മൂലധന വരവ് ക്രിയേറ്റ് ചെയ്യുക. മൂലധന ചെലവ് എന്ന് പറയുമ്പോൾ അതും പ്ലാന്റും നോൺ പ്ലാന്റും ഉണ്ടെന്നുള്ള കാര്യം ഒരു ഫ്ലോ ചാർട്ടിലൂടെ നമ്മൾ ജസ്റ്റ് ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കിയെടുക്കുകയാണ് നമ്മൾ ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നോക്കാം. നമ്മൾ ആദ്യമേ ഒരു ക്ലാസിഫൈ, നമ്മൾ ഇവിടെ കണ്ട ക്ലാസിഫിക്കേഷനിൽ റവന്യൂ ബജറ്റും മൂലധന ബജറ്റും ആയിരുന്നു. ഇതിൽ രണ്ടിലും എന്തായിരുന്നു, വരുമാനത്തിന് സ്രോതസ്സുകളായിട്ട് നമ്മൾ കണക്ക് കൂട്ടി. അതായത് റവന്യൂ വരുമാനമുണ്ട്, മൂലധന വരവുകളുണ്ട്. വരവുകളെ മാത്രം ഒരു ക്ലാസിഫിക്കേഷനിലും ചെലവുകളെ മാത്രം വേറൊരു ക്ലാസിഫിക്കേഷനിലും ആക്കി മാറ്റിയതിനു ശേഷം നമ്മൾ അതൊന്ന് ഡിസ്കസ് ചെയ്യുകയാണ്. എങ്ങനെയാണ് നമുക്ക് ഗവൺമെന്റ് വരുമാനം ഉണ്ടാക്കുന്നത് എന്നുള്ളത്. അപ്പോൾ റവന്യൂ വരുമാനം അല്ലെങ്കിൽ പൊതുവായിട്ട് ഗവൺമെന്റിന് കിട്ടുന്ന വരുമാനങ്ങൾ
വരുമാനങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ നോക്കുകയാണ്. അപ്പോൾ പൊതുവരുമാനം, ഗവൺമെന്റിന് സ്വന്തമായിട്ട് കിട്ടുന്ന വരുമാനം നമ്മൾ വിളിക്കുന്ന പേരാണ് പൊതുവരുമാനം എന്ന് പറയുന്നത്, പബ്ലിക് ആയിട്ടുള്ള ഇൻകം എന്ന് പറയുന്നത്. ഈ പൊതുവരുമാനത്തിൽ നികുതിപരമായിട്ട് കിട്ടുന്നതും നികുതിയേതരമായിട്ട് കിട്ടുന്നതായിട്ടുള്ള വരുമാനങ്ങൾ ഉണ്ടാകും. നികുതി വരുമാനം എന്ന് പറയുന്നത് നികുതിയിലൂടെ ലഭിക്കുന്ന വരുമാനമാണ്. ഗവൺമെന്റിന്റെ പവറാണ് ടാക്സ് ചെയ്യുക എന്നുള്ളത്. ആ ഒരു റെസ്പെക്റ്റീവ് ഗവൺമെന്റ് ഒരു പ്രത്യേക ഏരിയയിൽ ഒരു ഗവൺമെന്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഗവൺമെന്റിന് വരുമാനം കണ്ടെത്തുന്ന പ്രധാനമായിട്ടുള്ള ഒരു സ്രോതസ്സാണ് നികുതി എന്ന് പറയുന്നത്. പ്രത്യക്ഷവും പരോക്ഷവുമായിട്ടുള്ള നികുതിയിലൂടെ ഗവൺമെന്റ് ഒരു വലിയ എമൗണ്ട് അവരുടെ ചെലവിന് വേണ്ടി കണ്ടെത്തുന്നു. അപ്പോൾ അതിനെയാണ് നമ്മൾ നികുതി വരുമാനം എന്ന് പറയുന്നത്. അപ്പോൾ പ്രത്യക്ഷ നികുതി, പരോക്ഷ നികുതി എന്ന് രണ്ടായിട്ട് നമുക്ക് ഇതിനെ തിരിക്കാം. അപ്പോൾ പ്രത്യക്ഷ നികുതി എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നികുതി ആരിലാണോ ചുമത്തിയിരിക്കുന്നത് ആ വ്യക്തി തന്നെ ഒടുക്കുന്ന നികുതിയാണ് പ്രത്യക്ഷ നികുതി. അതായത് നികുതിദായകൻ തന്നെ നികുതി ഭാരം വഹിക്കുന്നു എന്നർത്ഥം. ആദായ നികുതി, കെട്ടിട നികുതി എന്നിവ ഉദാഹരണങ്ങളാണ്. ഇത് സെന്റൻസ് ആയിട്ട് തന്നെ, സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ട് തന്നെ എക്സാമിനൊക്കെ വരാറുണ്ട്. അപ്പോൾ എന്താണ് പ്രത്യക്ഷ നികുതി എന്ന് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. പ്രത്യക്ഷ നികുതി എന്ന് പറയുമ്പോൾ നമ്മൾ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെയാണ്, പ്രത്യക്ഷമായിട്ട് ആരിലാണോ, ഇപ്പൊ എക്സിൽ നമ്മൾ ടാക്സ് ചെയ്യാണ്, എക്സ് എന്ന് പറഞ്ഞൊരു പേഴ്സൺ ഉണ്ടെങ്കിൽ ഗവൺമെന്റ് അവിടെ എക്സിന് ടാക്സ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് തന്നെ തിരിച്ച് ഗവൺമെന്റിന് പൈസ കൊടുക്കണം. അതിനാണ് നമ്മൾ എന്ത് പറയുക, ഈ ഡയറക്റ്റ് ടാക്സ് അല്ലെങ്കിൽ പ്രത്യക്ഷ നികുതി എന്ന് പറഞ്ഞതുകൊണ്ട് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ വേറൊരാളോട് ഇത് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. ഗവൺമെന്റ് എക്സിനോട് 30% ടാക്സ് അടയ്ക്കണം എന്ന് പറഞ്ഞാൽ എക്സ് 30% ഗവൺമെന്റിന് നേരിട്ട് ടാക്സ് അടയ്ക്കേണ്ടി വരും. അങ്ങനെ അടയ്ക്കുന്നതിനാണ് നമ്മൾ പ്രത്യക്ഷ നികുതി എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് ഉദാഹരണമാണ് ആദായ നികുതി. നമുക്ക് കിട്ടുന്ന ഒരു സാലറിയുടെ വരുമാനത്തിന്റെ ഒരു പാർട്ടായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ടാക്സ് ഗവൺമെന്റിലേക്ക് അടയ്ക്കുന്നു. നമുക്കിത് വേറൊരാളേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. നമ്മൾ 50,000 രൂപ വരുമാനം ഉണ്ടെങ്കിൽ അതിന് 20% ഗവൺമെന്റ് ടാക്സ് അടയ്ക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ 20% എന്ത് ചെയ്യണം, ടാക്സ് അടച്ചിരിക്കണം. 10,000 രൂപ നമ്മൾ ടാക്സ് അടച്ചിരിക്കണം. കൂടാതെ കെട്ടിട നികുതി, നമുക്കൊരു കെട്ടിടം ഉണ്ടെങ്കിൽ ആ കെട്ടിടത്തിന് നികുതി അടയ്ക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അത് അടച്ചിരിക്കണം. അത് സെൻട്രൽ ഗവൺമെന്റ് ആയിക്കോട്ടെ, സ്റ്റേറ്റ് ഗവൺമെന്റ് ആയിക്കോട്ടെ, ബാക്കിയുള്ള ലോക്കൽ സെൽഫ് ഗവൺമെന്റുകളായിക്കോട്ടെ, അവർ പറയുന്ന ടാക്സേഷൻ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, നേരിട്ട് ഗവൺമെന്റിലേക്ക് അടയ്ക്കുകയാണ് പ്രത്യക്ഷ നികുതിയിലൂടെ ചെയ്യുന്നത്. ഇനി ഇതല്ല, നമ്മൾ നേരെ തിരിച്ച് പരോക്ഷ നികുതിയാണ് അടയ്ക്കുന്നതെങ്കിൽ ഒരാളുടെ മേൽ ചുമത്തപ്പെടുന്ന നികുതി ഭാഗികമായോ പൂർണ്ണമായോ മറ്റൊരാൾ നൽകേണ്ടി വരുന്നു. വിൽപ്പന നികുതി, വിനോദ നികുതി എന്നിവ ഉദാഹരണങ്ങളാണ്. അപ്പൊ ഇപ്പൊ ഇവിടെ എക്സ് എന്ന് പറഞ്ഞൊരു ആളുണ്ട്. എക്സ് എന്ത് ചെയ്യുന്നു, ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നു. പ്രൊഡക്റ്റ് എന്ത് ചെയ്യുന്നു, വൈക്ക് വിൽക്കുന്നു. അപ്പൊ ടാക്സ് അടയ്ക്കുന്ന എന്തായിരിക്കും, ഇവിടെ ഇയാൾക്ക് മേൽ ചുമത്തപ്പെടുന്ന ഈ പ്രൊഡക്റ്റിലുള്ള ടാക്സുകൾ, ഈ കുറെ പ്രൊഡക്ട്സ് ഉണ്ടാവും. ഈ പ്രൊഡക്ട്സ് എല്ലാം പല ആളുകളിലേക്ക് വിൽക്കുമ്പോൾ ഈ ഒരു എമൗണ്ട്, ഈ ഒരു ടാക്സേഷൻ എമൗണ്ട് ഓരോ വസ്തുക്കളിലും എന്ത് ചെയ്യുന്നു, ഇയാളെ ചുമത്തുന്നു. എന്നിട്ട് അത് എന്ത് ചെയ്യുന്നു, അതായിരിക്കും നമുക്ക് ഈ എക്സ് വൈയിലേക്ക് വിൽക്കുന്നത്. ഇപ്പൊ സോപ്പാവാം, ചീപ്പാവാം, ഇതുപോലത്തെ വസ്തുക്കളെല്ലാം ആവാം. അപ്പോൾ ആ വസ്തുവിന്റെ വില 20 ആണെങ്കിൽ ടാക്സ് എമൗണ്ട് ഇത്ര ശതമാനം കൂട്ടി 22 രൂപയാക്കിയിട്ട് എന്ത് ചെയ്യുന്നു, വൈയിലേക്ക് കൊടുക്കുന്നു. വൈ ഈ എമൗണ്ട് എന്ത് ചെയ്യുന്നു, എക്സിലേക്ക് കൊടുക്കുന്നു. ഈ 2 രൂപയും കൂടെ ചേർത്ത് അഡീഷണൽ ടാക്സ് എമൗണ്ട് ചേർത്ത് എക്സിന് കൊടുക്കുന്നു. ഈ എക്സ് അത് ഗവൺമെന്റിലേക്ക് അടയ്ക്കുന്നു അല്ലേ. അങ്ങനെ അടയ്ക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, ടോട്ടൽ ടാക്സേഷൻ എമൗണ്ടിൽ വരുന്ന ഒരു ടോട്ടൽ എമൗണ്ട് എത്രയാണോ അത്രയും എമൗണ്ട് ആരാണ് ശരിക്കും അടച്ചത്, ഈ വൈ ആണ് ശരിക്കും അടച്ചത്. അല്ലെങ്കിൽ ബാക്കിയുള്ള കസ്റ്റമേഴ്സ് എല്ലാവരും കൂടെ ചേർന്നിട്ടാണ്. ഫൈനൽ എൻഡ് പ്രോഡക്റ്റ് കൺസ്യൂം ചെയ്യുന്ന ആരാണോ അയാളാണ് ശരിക്കും ടാക്സ് എമൗണ്ട് കൂടെ കൂട്ടി കൊടുക്കുന്നത്. അപ്പം നമുക്ക് അയാൾക്ക് ഒരു ഗുണം ഉണ്ടായത് എന്താണ്, ടാക്സേഷന് കിട്ടിയ ഒരു എമൗണ്ട് ഇയാൾ എന്ത് ചെയ്യുന്നു, ഇയാളുടെ സ്വന്തം റവന്യൂ എന്ന് പറയുന്നതിനേക്കാളും ഇയാൾ ഇത് ട്രാൻസ്ഫർ ചെയ്ത് വേറെ ആൾക്ക് കൊടുത്തിട്ട് ഈ കസ്റ്റമർ കൊടുക്കുന്ന പൈസ ചേർത്തിട്ടാണ് ഇയാൾ ഗവൺമെന്റ് ടാക്സ് അടയ്ക്കുന്നത്. അപ്പോൾ ഇയാൾ എന്ത് ചെയ്തു, അയാൾക്ക് കിട്ടേണ്ട ടാക്സ് പരോക്ഷമാക്കി, അതായത് പാസീവായിട്ട് വേറൊരാളിൽ നിന്ന് കളക്ട് ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്ന ഒരു കാര്യമാണ് അയാളോട് ചെയ്തത്. അപ്പം നമുക്ക് നേരെ വരുന്ന ഒരു ടാക്സ് നമുക്ക് വേറൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെന്ത് വിളിക്കാം, പരോക്ഷ നികുതി എന്ന് വിളിക്കാം. അപ്പോൾ നമ്മൾ 2 രീതിയിൽ പറഞ്ഞു, പ്രത്യക്ഷ നികുതിയും പരോക്ഷ നികുതിയും. അപ്പോൾ ഗവൺമെന്റ് ടാക്സ് ചെയ്യുന്നു, ഗവൺമെന്റ് 2 വ്യക്തികൾക്ക് ടാക്സ് ചെയ്യുന്നു, എക്സിനും വൈക്കും ഗവൺമെന്റ് ടാക്സ് ചെയ്യുന്നു. അപ്പോൾ എക്സ് നേരിട്ട് ഗവൺമെന്റ് പൈസ ഗവൺമെന്റിലേക്ക് അടച്ചിട്ടുണ്ടെങ്കിൽ ടാക്സ് എത്ര രൂപയാണോ ടാക്സ് ചുമത്തിയത് നേരിട്ട് ഗവൺമെന്റിലേക്ക് അടയ്ക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് തന്നെ പ്രത്യക്ഷ നികുതി അല്ലെങ്കിൽ ഡയറക്റ്റ് ടാക്സ് എന്ന് പറയാം. ഇനി വൈയിലേക്ക് മാറ്റിയ ഒരു ടാക്സ്, അത് വൈ എന്ത് ചെയ്തു, എയിലേക്ക് മാറ്റി. എന്നിട്ട് എയുടെ കയ്യിൽ നിന്നും ആ ഒരു അഡീഷണൽ എമൗണ്ട്, അല്ലെങ്കിൽ എ ബി പോലുള്ള ഒരുപാട് പേരുണ്ടായിരുന്നു, എ ബി സി ഒക്കെ ഉണ്ട്, ഇവരിലേക്കെല്ലാം പ്രൊഡക്റ്റ് വിറ്റിട്ട് ആ പ്രൊഡക്റ്റിൽ നിന്നും എന്ത് ചെയ്തു, ചെറിയൊരു എമൗണ്ട് ടാക്സ് ആയിട്ട് വാങ്ങിയിട്ട് ഇതെല്ലാം കൂടെ പൂൾ ചെയ്ത് ഗവൺമെന്റിലേക്ക് തിരിച്ചടയ്ക്കുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ പരോക്ഷ നികുതി അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന നികുതി എന്ന് പറയാം. ഇതിന് നമ്മൾ വിളിക്കുന്ന പേരായിരുന്നു പരോക്ഷ നികുതി എന്ന് പറയുന്നത്. ഇനി നികുതിയേതര വരുമാനം എന്ന് പറഞ്ഞാൽ എന്താണ്, നികുതിയിൽ നിന്നല്ലാതെ. അപ്പം നികുതിയിൽ നിന്ന് ഗവൺമെന്റ് എങ്ങനെ വരുമാനം കിട്ടുന്നു നമുക്ക് മനസ്സിലായി. ഉദാഹരണങ്ങൾ നമ്മൾ പറഞ്ഞു. പ്രത്യക്ഷ നികുതിക്ക് ആദായ നികുതി, കെട്ടിട നികുതി എന്ന ഉദാഹരണങ്ങളും, പരോക്ഷമായിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന നികുതികൾക്ക് നമുക്ക് വിൽപ്പന നികുതി, വിനോദ നികുതി. നമ്മളൊരു വസ്തു മേടിക്കുമ്പോൾ എന്താണ്, ആ പ്രൊഡക്റ്റിന് ഒരുപാട് കാര്യങ്ങൾ, നമ്മളിപ്പോൾ ഒരു ബോക്സ് നോക്കിയാൽ അറിയാം അതിന് MRP എത്രയാണ്, എത്ര ശതമാനം നമ്മൾ അതിന് ടാക്സ് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഫുഡ് കഴിക്കാൻ ഒരു കടയിൽ കയറുകയാണെങ്കിൽ അതിന് GST എത്രയാണ് നമ്മൾ എമൗണ്ട് കൊടുക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, പരോക്ഷ നികുതിയിൽ പറഞ്ഞ കാര്യത്തിൽ വരുന്നു. അപ്പോൾ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, അത് വിൽപ്പന നികുതി, വിനോദ നികുതി എന്ന 2 ഉദാഹരണങ്ങൾ നമ്മൾ പഠിച്ചു. അപ്പം നികുതിയേതര വരുമാനമാണെങ്കിൽ നികുതിയിലൂടെ അല്ലാതെ മറ്റ് സ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം, ഉദാഹരണത്തിന്
ഫീസ്, പിഴ, ഗ്രാന്റ്, ലാഭം, പലിശ പോലുള്ള കാര്യങ്ങൾ. ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു? വേറൊരു ഗവൺമെന്റിന് കുറച്ച് പൈസ കടം കൊടുക്കുന്നു, അല്ലെങ്കിൽ വേറൊരു സ്ഥാപനത്തിന് കുറച്ച് പൈസ കടം കൊടുക്കുന്നു. അതിൽ നിന്നും ഗവൺമെന്റ് ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ടെങ്കിൽ അതെന്താണ്? ഗവൺമെന്റ് പ്രോഫിറ്റ് ആണ്. അത് ടാക്സേഷൻ എമൗണ്ട് അല്ല, വേറൊരു ഗവൺമെന്റിനോ വേറൊരു സ്ഥാപനത്തിനോ കൊടുക്കുന്ന പൈസയിൽ നിന്നും ഗവൺമെന്റിന് ഇങ്ങോട്ട് കിട്ടുന്ന പലിശയാണ്. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാം? നികുതി ഏതര വരുമാനമായിട്ട് കണക്കുകൂട്ടാം. പല കാര്യങ്ങൾക്കും ഗവൺമെന്റ് ഫീസ് ചുമത്തുന്നുണ്ട്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിൽ, നമുക്കൊരു ഡോക്യുമെന്റേഷൻ ചെയ്യണമെങ്കിലൊക്കെ ഗവൺമെന്റ് തരുന്ന സർവീസുകൾക്ക് ഗവൺമെന്റ് ഒരു ഫീസ് വാങ്ങുന്നുണ്ട്. ഈ ഫീസ് ഗവൺമെന്റ് ഒരു വരുമാനമാണ്. അതെന്ത് ചെയ്യുന്നു? ഈ നികുതിയേതര വരുമാനത്തിൽ നമുക്ക് കണക്കൂട്ടാൻ സാധിക്കുന്നു. കൂടാതെ പിഴകൾ, ഇപ്പോൾ നമ്മൾ വെഹിക്കിളൊക്കെ ഓടിക്കുന്ന സമയത്ത് എന്തെങ്കിലും ട്രാഫിക് വയലേഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇതുപോലത്തെ ഫൈൻ അടക്കേണ്ടി വരുന്നുണ്ട്. അത് ടാക്സ് റവന്യൂ അല്ല, നമ്മൾ ചെയ്ത ഒരു കുറ്റത്തിനുള്ള ഒരു പിഴയാണ്. അത്തരത്തിലുള്ള വരുമാനം ഗവൺമെന്റ് വരുന്നുണ്ട്. കൂടാതെ ഗ്രാന്റുകൾ, ഓരോരോ ഗവൺമെന്റുകൾ അവർക്ക് കൊടുക്കുന്ന പൈസ, അപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്കും സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്ക് താഴെക്കിടയിലുള്ള LSGDകൾക്കൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഗ്രാന്റുകൾ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവർ നടത്തുന്ന സ്ഥാപനങ്ങൾ, പബ്ലിക് സ്ഥാപനങ്ങൾ ഉണ്ടാവും, പൊതുമേഖലാ സ്ഥാപനങ്ങൾ. ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്ന് കിട്ടുന്ന റവന്യൂ ഉണ്ടാവും. ഈ റവന്യൂ ഇവർക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കുന്നു. അപ്പോൾ ഇതൊന്നും ഗവൺമെന്റ് എന്താണ്? നികുതി ഏതര വരുമാനമാണ്. നികുതിയിൽ നിന്നല്ലാതെ കിട്ടുന്ന വരുമാനങ്ങളാണ്. പ്രധാനമായിട്ടും നികുതിയേതര വരുമാനം എന്ന് പറയുന്നത് ഫീസുകൾ, പിഴകൾ, ഗ്രാന്റ്, ലാഭം, പലിശ തുടങ്ങിയവയാണ്. ഇതെല്ലാം ഗവൺമെന്റിന്റെ നികുതിയേതര വരുമാനമാണ്. നികുതിയിൽ നിന്നല്ലാതെ ഗവൺമെന്റിന് കിട്ടുന്ന വരുമാനമാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ എന്താണെന്നുള്ള കാര്യം നമ്മൾ ഒന്നുകൂടെ ഡിസ്കസ് ചെയ്യാണ്. സർക്കാരിൽ നിന്ന് തിരിച്ചൊന്നും അവകാശപ്പെടാൻ കഴിയാതെ സർക്കാരിലേക്ക് കൊടുക്കുന്ന വരുമാനമാണ് റവന്യൂ വരവുകൾ. ഇതിന് നമ്മൾ നോൺ റെഡീമബിൾ എന്ന് പറയുന്നു. നമ്മൾ ടാക്സ് അടയ്ക്കുമ്പോൾ എന്താണ്? നമ്മൾ അത് കൊടുത്തു, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ സർക്കാരിലേക്ക് നമ്മൾ ടാക്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളത് സർക്കാരിന് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് നമുക്കത് ഒരിക്കലും പിന്നീട് തിരിച്ചു വാങ്ങാൻ കഴിയില്ല. അത് നമ്മളൊരു ബാങ്കിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെ അല്ല നമ്മൾ ടാക്സ് അടയ്ക്കുന്നത്. നമ്മൾ 100 കോടി രൂപ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് 100 കോടി രൂപ എൻ്റെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് അവിടെ കിടക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. നാടിന്റെ വികസനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ചോദ്യം ചെയ്യാമെന്നല്ലാതെ നമ്മൾ കൊടുത്ത ഫണ്ട് ഇത്രയാണ്, അത്ര രൂപയ്ക്കുള്ള സാധനം തിരിച്ചു കിട്ടണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? ബാർഗെയിൻ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇതിന് നമുക്ക് നോൺ റെഡീമബിൾ ഫണ്ട് എന്ന് പറയുന്നു, അല്ലെങ്കിൽ നോൺ റെഡീമബിൾ, തിരിച്ചെടുക്കാൻ കഴിയാത്തവ എന്ന് വിളിക്കുന്നു. അപ്പം സർക്കാരിൽ നിന്ന് നമുക്ക് തിരിച്ചൊന്നും അവകാശപ്പെടാൻ കഴിയാതെ സർക്കാരിലേക്ക് കൊടുക്കുന്ന വരുമാനമാണ് റവന്യൂ വരുമാനങ്ങൾ, അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ റവന്യൂ വരവുകൾ എന്ന് പറയുന്നത്. ഈ റവന്യൂ വരവുകളെയാണ് നമ്മൾ പ്രധാനമായിട്ടും നികുതി വരുമാനങ്ങളെന്നും നികുതി ഇതര വരുമാനങ്ങളെന്നും നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഗവൺമെന്റിന് നമ്മൾ കൊടുക്കുന്ന ഫൈൻ, അല്ലെങ്കിൽ നമ്മൾ ഓരോ സർവീസുകൾ ഗവൺമെന്റിൽ നിന്ന് വാങ്ങുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഫീസുകൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളും അതുകൂടാതെ നികുതികളും നമ്മൾ ഗവൺമെന്റിന് കൊടുക്കുന്ന ടാക്സുകളും, ഇതെല്ലാം നമുക്ക് എന്തിൽ പെടുന്നു? റവന്യൂ വരുമാനത്തിൽ വരവുകളിൽ പെടുന്നു. ഈ റവന്യൂ വരവുകളാന്ന് പറയുമ്പോൾ എന്താ? നോൺ റെഡീമബിളാണ്. നമ്മളത് കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നാളെ തിരിച്ച് ബാർഗൈൻ ചെയ്ത് തിരിച്ച് മേടിക്കാനായിട്ട് ഒരിക്കലും സാധിക്കില്ല. അപ്പോൾ റവന്യൂ വരുമാനത്തിലെ പ്രധാന ഘടകം നികുതി വരുമാനം തന്നെയാണ്. ഗവൺമെന്റിന് ടോട്ടൽ കിട്ടുന്ന ഒരു എമൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഡയറക്റ്റ് ടാക്സും അതുപോലെ GST, ഈ കോർപ്പറേറ്റ് ടാക്സുകൾ. ഇപ്പോൾ ഗവൺമെന്റ് ഒരു വർഷത്തെ ഗവൺമെന്റിന്റെ ഒരു ബഡ്ജറ്റ് എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ ഫണ്ട് കണ്ടെത്തുന്ന ഒരു പ്രധാന സ്രോതസ്സാണ് നികുതി വരുമാനം എന്ന് പറഞ്ഞാൽ. നികുതി ഡയറക്റ്റ് ടാക്സുകൾ, നമ്മൾ ഈ പറഞ്ഞതുപോലെ GST നിന്ന് കിട്ടുന്ന വരുമാനങ്ങളും കൂടാതെ കോർപ്പറേറ്റുകൾ കൊടുക്കുന്ന ടാക്സുകളൊക്കെയാണ് ഗവൺമെന്റിന് ഒരു വർഷം ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്നത്. അതാണ് റവന്യൂ വരുമാനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യുക? മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അടുത്തായിട്ട് നമ്മൾ പറയുന്നത് മൂലധന വരവുകളാണ്, അഥവാ ക്യാപിറ്റൽ ബജറ്റാണ്. മൂലധന വരവുകൾ, ക്യാപിറ്റൽ റവന്യൂ. അപ്പോൾ ക്യാപിറ്റൽ റവന്യൂ എന്ന് നമുക്ക് വിളിക്കാം. മൂലധന വരവുകൾ അഥവാ ക്യാപിറ്റൽ റവന്യൂ. എന്താണ് ഈ മൂലധന വരവുകൾ എന്ന് പറഞ്ഞാൽ? മൂലധനം അഥവാ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്, അല്ലെങ്കിൽ അസറ്റ് ആണ് നമ്മൾ പറഞ്ഞു. വായ്പകൾ, ആസ്തികളുടെ വിൽപ്പന എന്നിവയിലൂടെ സർക്കാർ വരുമാനം കണ്ടെത്തുന്നു. ഗവൺമെന്റിന് എന്ത് ചെയ്യാൻ പറ്റും? ഗവൺമെന്റിന് പൈസ കടം വാങ്ങാം. മറ്റ് പല സ്ഥാപനം, ഒരു വർഷം ഗവൺമെന്റ് 100 കോടി രൂപയുടെ പദ്ധതി ആസൂത്രണത്തിന് പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റിന്റെ കയ്യിൽ 100 കോടി ഉണ്ടാവണമെന്നില്ല. നമ്മളാണെങ്കിൽ നമ്മളൊരു വീട് പണിയുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ മുഴുവൻ 25 ലക്ഷം രൂപയുടെ ഒരു വീട് നമ്മൾ പണിയാണ്. നമ്മുടെ കയ്യിൽ ഒരിക്കലും 25 ലക്ഷം രൂപ ഉണ്ടാവില്ല. നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ കയ്യിലുള്ള കുറച്ച് ഫണ്ട് കൂടാതെ നമ്മൾ പലരിൽ നിന്നും, അല്ലെങ്കിൽ പല ബാങ്കുകളിൽ നിന്നോ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? പണം കടം വാങ്ങിയതിന് ശേഷം, അല്ലെങ്കിൽ വായ്പയായിട്ട് എടുത്തതിന് ശേഷമാണ് നമ്മൾ ആ ഒരു ഇത് ഫിനാൻസ് ചെയ്യുന്നത്. പിന്നീട് നമ്മൾ സൗകര്യം പോലെ തിരിച്ചടക്കുകയാണ് എന്ത് ചെയ്യുന്നത്? അതിന് നമ്മളൊരു ഇൻട്രസ്റ്റും കൂടി കൊടുക്കേണ്ടി വരുന്നു. അപ്പോൾ അത്തരത്തിൽ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്? വായ്പകൾ എടുക്കുന്നുണ്ട്. ഗവൺമെന്റിന്റെ കടമായിട്ട് അത് മാറുന്നു. കൂടാതെ നമുക്ക് പെട്ടെന്ന് വേറൊരു ചെലവ് വരുന്നു. ഗവൺമെന്റിന് ഒരു ആസ്തി വിൽക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു? ഗവൺമെന്റിന്റെ കയ്യിൽ ഒരു അസറ്റ് റിഡ്യൂസ് ചെയ്യുന്നു. ആ ഒരു പൈസ കൊടുത്ത് ഗവൺമെന്റ് ഫണ്ട് കണ്ടെത്തുകയാണ് ചെയ്യുന്നത് പെട്ടെന്ന് ഒരു ആവശ്യം വരുന്ന സമയത്ത്. അപ്പോൾ രണ്ട് തരത്തിൽ, വായ്പകൾ എടുത്തിട്ടോ ഗവൺമെന്റിന്റെ കയ്യിലുള്ള ആസ്തികൾ വിറ്റിട്ടോ ഗവൺമെന്റ് പണം കണ്ടെത്തുന്നു. അപ്പോൾ നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ റവന്യൂ കാര്യങ്ങളാണെങ്കിൽ, റവന്യൂ വരുമാനം എന്ന് പറയുന്നത് ഗവൺമെന്റ് ഒരു 1 സൈഡ് ആയിരുന്നു. ഗവൺമെന്റ് അത് എന്ത് ചെയ്യുന്നു? ടാക്സ് പോലെ കളക്ട് ചെയ്യാൻ പറ്റും, ഫീസ് കളക്ട് ചെയ്യാൻ പറ്റും, ഗ്രാന്റ് കളക്ട് ചെയ്യാൻ പറ്റും. ഇത് ഗവൺമെന്റിനോട് ആരും തിരിച്ചു ചോദിക്കില്ല. ഗവൺമെന്റിന് നിന്ന് ഡയറക്റ്റ് ഗവൺമെന്റിന് വാങ്ങാൻ പറ്റുന്നതും തിരിച്ചു കൊടുക്കേണ്ടാത്തതുമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ റവന്യൂവിൽ പറഞ്ഞത്, റവന്യൂ വരുമാനത്തിൽ പറഞ്ഞത്. എന്നാൽ മൂലധന വരവുകൾ അതുപോലെയല്ല. ഗവൺമെന്റിന് ഒരു വലിയൊരു അസറ്റ് വേണം, വലിയൊരു വാല്യൂ ആയിട്ട് നമ്മൾ ഗവൺമെന്റിന്റെ കയ്യിലേക്ക് പൈസ വേണം. അപ്പോൾ ഗവൺമെന്റ് എന്ത് ചെയ്യാൻ പറ്റും? മൂലധന രീതിയിലൂടെ, അല്ലെങ്കിൽ മൂലധന വരവുകളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ എടുക്കാൻ പറ്റും.
മൂലധന വരവുകളുടെ പ്രത്യേകത എന്താണ്? ഇതിന് ഒരു ടു വേ ആണ്. അതായത് നമ്മളിത് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചെന്തെങ്കിലും അങ്ങോട്ട് കൊടുക്കണം. നമ്മൾ വാങ്ങിയ പൈസയ്ക്ക് പകരം മറ്റെന്തെങ്കിലും തിരിച്ചു കൊടുത്താൽ മാത്രമേ കിട്ടൂ. റവന്യൂ പോലെയല്ല. റവന്യൂ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന് ഒന്നും തിരിച്ചു കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇങ്ങോട്ട് കിട്ടുന്നത് മാത്രമാണ്. ഒരു ബാധ്യത പോലെ മറ്റൊരു ഗവൺമെന്റിന് കൊടുക്കുന്നതായിരുന്നു. എന്നാൽ ഇത് അങ്ങനെയല്ല. ഇതിന് പ്രത്യേകത എന്താണ്? മൂലധന വരവുകൾ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന് അങ്ങോട്ട് തിരിച്ചു കൊടുക്കണം. വായ്പ മേടിച്ച് അതിന് ഇൻട്രസ്റ്റും കൊടുക്കണം, കുറച്ച് എമൗണ്ട് തിരിച്ചും കൊടുക്കേണ്ടി വരും. കൂടാതെ ആസ്തികളുടെ വിൽപ്പനയിലൂടെ ഗവൺമെന്റിന് പൈസ ഇങ്ങോട്ട് വാങ്ങുന്നതിന് ഗവൺമെന്റിന്റെ കയ്യിലുള്ള എന്തെങ്കിലും ഒരു അസറ്റ് അങ്ങോട്ട് കൊടുക്കേണ്ടി വരുന്നു. അത്തരത്തിലുള്ള ടു വേ ആയിട്ട് നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് എന്ത് വിളിക്കാം? മൂലധന വരവുകൾ എന്ന് വിളിക്കാം. വായ്പകൾ വാങ്ങിയ ഏജൻസികൾക്ക് തന്നെ അവ തിരിച്ചു നൽകേണ്ടതുള്ളതിനാൽ വായ്പകൾ സർക്കാരിന് ഒരു ബാധ്യതയാണ്. മറ്റേത് നോൺ റിഡീമബിൾ ആയിരുന്നു, അല്ലെ? ചോദിക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ പൈസ കൊടുക്കുന്ന ആൾക്കാർക്ക് അത് തിരിച്ചെടുക്കാൻ കഴിയില്ലായിരുന്നു. ഇവിടെ ഗവൺമെന്റിന് തിരിച്ചു കൊടുക്കേണ്ട ഒരു ബാധ്യത ഗവൺമെന്റിന് മേൽ ഇമ്പോസ് ചെയ്യപ്പെടുകയാണ് പ്രധാനമായിട്ടും മൂലധന വരവുകൾ ചെയ്യപ്പെടുന്നത്. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ പോലുള്ളവ ആസ്തികൾ വിറ്റഴിക്കുന്നത് ഗവൺമെന്റിന്റെ മൊത്തം ധനകാര്യ ആസ്തിയിൽ കുറവ് വരുത്തുന്നു. നമുക്കറിയാം, റീസെന്റ് ഒരുപാട് ഡിസ്ഇൻവെസ്റ്റ്മെന്റുകൾ ഗവൺമെന്റ് ചെയ്തിട്ടുണ്ട്. ഡൈവെസ്റ്റ്മെന്റ്, ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഗവൺമെന്റിന്റെ ഓണർഷിപ്പ് നഷ്ടപ്പെടുന്ന രീതിയിലോ, അതായത് 51% ആകുമ്പോഴാണ് ഗവൺമെന്റിന് പ്രധാനമായിട്ടും ഇപ്പോൾ ഷെയർ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഷെയർ എന്ന് കേട്ടിട്ടുണ്ടാവും. ഒരു പൊതുമേഖലാ സ്ഥാപനം ഉണ്ടെങ്കിൽ അവിടെ മൊത്തം 100 ഷെയറുകളാണ് ഉണ്ടാവുക. ആ 100 ഷെയറുകളും ഒരാൾ തന്നെ ഓൺ ചെയ്യണമെന്ന് നിർബന്ധമില്ല. അപ്പം ചിലപ്പോൾ 90 ഷെയറുകൾ ഗവൺമെന്റും 10 ഷെയറുകൾ സ്വകാര്യമായിട്ടുള്ള ഏതെങ്കിലും കമ്പനികളോ വ്യക്തികളോ ആയിരിക്കും കൈവശം വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് ഷെയർ കിട്ടുന്ന സമയത്ത്, പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് അത് ഇതുപോലെ ഡിവൈഡ് ചെയ്ത് 90-10% എന്ത് ചെയ്യുന്നു? അവരത് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു. എന്നാൽ 51%, 49% എന്നൊരു വാല്യൂ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. 51% ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഗവൺമെന്റിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അതിന്റെ ഓണർഷിപ്പ്, ഗവൺമെന്റിന് മാത്രമല്ല, എന്താണോ അത് എൻറ്റിറ്റി, ആ എൻറ്റിറ്റിക്ക് അതിന്റെ ഓണർഷിപ്പ് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. മീൻസ് അതിന്റെ ഒരു മാനേജ്മെന്റ് തസ്തികയിൽ ഇരുന്നുകൊണ്ട് കാര്യങ്ങൾ മാനേജ് ചെയ്യണമെങ്കിൽ 51% ഷെയറുകളെങ്കിലും വേണം. 49% ഷെയറുകൾ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളത് എന്ത് ചെയ്യാം? നമുക്ക് വേറെ പല ആളുകൾക്കായിട്ടോ ഒറ്റ വ്യക്തിക്കായിട്ടോ കൊടുക്കാം. അവർക്ക് അതിൽ ആ ഒരു മാനേജറൽ രീതിയിലുള്ള പവറുകളോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പകരം അവർക്ക് അതിന്റെ ഓണർഷിപ്പ്, ഈ ഒരു സ്റ്റേക്ക് ഹോൾഡിംഗ് എന്ന് പറയുന്നത് അവരുടെ ഷെയർ എത്രയാണോ അതിന് പ്രോഫിറ്റ് കിട്ടുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത്തരത്തിൽ ഗവൺമെന്റ് റീസെന്റ് നമ്മൾ കേട്ടിട്ടുണ്ടോ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുഴുവനായിട്ട് ഗവൺമെന്റ് വിറ്റഴിക്കുക എന്ന് പറയുന്നത്. നഷ്ടത്തിലോടുക എന്ന് പറഞ്ഞ കാരണം കൊണ്ട് ഗവൺമെന്റ് ഒരുപാട് ആസ്തികൾ ഇതുപോലെ വിറ്റഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഗവൺമെന്റിന് തോന്നുന്നുണ്ടാവും ചില സമയത്ത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്ത് ചെയ്യുന്നു, ഭയങ്കര സ്ലോ റണ്ണിങ് ആണ്. അവിടെ ഈ പറയുന്ന സ്വകാര്യ സ്ഥാപനങ്ങളെ പോലെ ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കാനോ അത്തരത്തിൽ ഭയങ്കര എന്താ പറയുക ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങൾ തുടരാനൊന്നും ഇവർക്ക് കഴിയുന്നില്ല. അപ്പോൾ ഇത് വിറ്റഴിച്ചേക്കാം, ഗവൺമെന്റ് ഇതൊരു ബാധ്യതയായിട്ട് തുടരുന്നു എന്നുള്ള കാര്യം എന്ത് ചെയ്യുന്നു, ഗവൺമെന്റ് തിരിച്ചറിഞ്ഞ് പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഗവൺമെന്റ് വിറ്റഴിക്കുന്നുള്ള കാര്യം നമ്മൾ കേട്ടിട്ടുണ്ടാകും. അപ്പോൾ അത്തരത്തിൽ വിറ്റഴിക്കുമ്പോൾ ഗവൺമെന്റിന്റെ കയ്യിലുള്ള ഒരു അസറ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഗവൺമെന്റ് ലാഭത്തിൽ ഓടിക്കൊണ്ടിരുന്നതോ അല്ലാത്തതായിട്ടുള്ള ഒരു അസറ്റ് ഉണ്ടായിരുന്നത്. ഈ അസറ്റ് ഗവൺമെന്റ് വിറ്റിട്ടാണ് ഗവൺമെന്റ് ഈ ഒരു സ്ഥാപനത്തിന് എന്ത് ചെയ്യുന്നത്, ഫണ്ട് കണ്ടെത്തുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇതെന്തിൽ വരുന്നു? ക്യാപിറ്റൽ ആയിട്ടുള്ള ഒരു റവന്യൂ എന്നുള്ള കാര്യം പ്രധാനമായിട്ട് മനസ്സിലാക്കുക. ഇത്തരത്തിൽ ഗവൺമെന്റിന് ബാധ്യത സൃഷ്ടിക്കുന്നതും അതിന്റെ ധനകാര്യ ആസ്തിയിൽ കുറവ് വരുത്തുന്നതുമായ എല്ലാ വരവുകളെയും മൂലധന വരവുകൾ എന്ന് വിളിക്കുന്നു. അപ്പോൾ മൂലധന വരവുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ പറഞ്ഞു, ഗവൺമെന്റിന് ബാധ്യത സൃഷ്ടിക്കുകയാണ്, അല്ലെങ്കിൽ ധനകാര്യ ആസ്തിയിൽ കുറവ് വരുത്തുകയാണ്. ഇതിനാണ് നമ്മൾ മൂലധന വരവുകൾ എന്ന് വിളിക്കുന്നത്. അത് നമുക്ക് വെറുതെ കിട്ടുകയല്ല, ഒന്നെങ്കിൽ നമ്മൾ അതിന് എന്തെങ്കിലും ഒരു കാര്യം അങ്ങോട്ട് കൊടുക്കേണ്ടി വരുന്നു. നമ്മൾ ഒരു ബാധ്യത സൃഷ്ടിക്കുകയാണ്. കടമെടുക്കുമ്പോൾ എന്താണ്, നമ്മൾ തിരിച്ച് കടം കൊടുക്കണം എന്നുള്ളൊരു ബാധ്യത സൃഷ്ടിക്കുന്നു, അല്ലെങ്കിൽ അതിന് ധനകാര്യ ആസ്തിയിൽ കുറവ് വരുത്തുന്നു. ഈ രീതിയിൽ വിളിക്കുന്നതാണ് നമ്മൾ മൂലധന വരവുകൾ എന്ന് പറയുന്നത്. സർക്കാർ കൈപ്പറ്റുന്ന ഏതൊരു പുതിയ വായ്പയും ഭാവിയിൽ പലിശ അടക്കം തിരിച്ചടക്കേണ്ടി വരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കി വയ്ക്കുക. അപ്പം നമ്മൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. വരവുകൾ എന്ന് പറയുന്നത് റവന്യൂ ആണെന്നും അതുപോലെ തന്നെ മൂലധനമാണെന്നും പറഞ്ഞു. റവന്യൂ എന്ന് പറയുമ്പോൾ ഗവൺമെന്റിന് കിട്ടുന്ന കാശ് എന്ത് ചെയ്യേണ്ടി വരുന്നില്ല, അങ്ങോട്ട് തിരിച്ചു കൊടുക്കേണ്ടി വരുന്നില്ല. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഉദാഹരണം ചോദിക്കുമ്പോൾ ഇത് റവന്യൂ ആണോ ക്യാപിറ്റൽ ആണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അത് തിരിച്ചു കൊടുക്കേണ്ടി വരുന്നുണ്ടോ, ഒരു ടു വേ ആണോ എന്ന് മാത്രം ആലോചിച്ചാൽ മതി. ഇപ്പോൾ എടുക്കുന്ന കാര്യത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു ബാധ്യത സൃഷ്ടിക്കപ്പെടുകയോ നമ്മളത് എപ്പോഴെങ്കിലും ഒരു അസറ്റ് തിരിച്ചു കൊടുക്കേണ്ടി വരികയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ക്യാപിറ്റലായിട്ട് മാറുന്നു. അതല്ല, നമുക്കത് ഒരിക്കലും തിരിച്ചു കൊടുക്കേണ്ടി വരാത്ത രീതിയിൽ ഗവൺമെന്റ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് മാത്രമാണെങ്കിൽ നമുക്കതിനെ റവന്യൂ വരവുകളിൽ പെടുത്താൻ പറ്റും. ഇതേപോലെ തന്നെയാണ് ചെലവുകളുടെ വർഗ്ഗീകരണം പ്രധാനമായിട്ടും വരുന്നത്. അപ്പോൾ ഈ ചെലവുകൾ എന്ന് പറയുമ്പോൾ റവന്യൂ ചെലവും ക്യാപിറ്റൽ ചെലവും ഉണ്ടാവും. നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ 1 വേ ആയിട്ടും 2 വേ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. നമ്മൾ വരവിനെ പറ്റിയാണ് പറഞ്ഞെങ്കിൽ നമ്മളിനി പറയാൻ പോകുന്നത് ചെലവിനെ പറ്റിയിട്ടാണ്. റവന്യൂ ചെലവ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഭൗതിക ആസ്തികളോ ധനകാര്യ ആസ്തികളോ സൃഷ്ടിക്കുക എന്ന ഉദ്ദേശത്തോടെ അല്ലാതെ കേന്ദ്ര സർക്കാർ നിർവഹിക്കുന്ന എല്ലാ ചെലവുകളും റവന്യൂ ചെലവിൻ്റെ ഭാഗമാണ്. ഗവൺമെന്റ് ഓൾറെഡി ഇങ്ങോട്ട് കിട്ടുന്ന കാര്യം പറഞ്ഞില്ലേ, ഇതുപോലെ ഗവൺമെന്റ് അങ്ങോട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ തിരിച്ചൊന്നും എക്സ്പെക്ട് ചെയ്യാതെ ഗവൺമെന്റ് കൊടുക്കേണ്ടി വരും. അപ്പോൾ സർവീസ് ആയിട്ട് രീതി നമുക്ക് ചിലപ്പോൾ അത് തിരിച്ച് കിട്ടാം. ഇപ്പോൾ സർക്കാർ സർവീസ് ചെയ്യുന്നു, ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ ഈ സേവനത്തിന് വേണ്ടിയിട്ട് ഇവർ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇവർക്ക് സാലറി കൊടുക്കണം, അലവൻസുകൾ കൊടുക്കണം, ബാക്കി കാര്യങ്ങളൊക്കെ ഇവർക്ക് കൊടുക്കേണ്ടി വരും. ഗവൺമെന്റ് ഒരു പദ്ധതി നിർവഹിക്കുകയാണെങ്കിൽ ഈ പദ്ധതി എന്ന് പറയുന്നത് ഗവൺമെന്റ് നാട്ടുകാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് വലിയ രീതിയിൽ പണം ചെലവഴിക്കേണ്ടി വരും. ഇതൊന്നും ഗവൺമെന്റ് ഫിനാൻഷ്യലി നാളെ എനിക്ക് തിരിച്ച് കിട്ടണം എന്ന് പറഞ്ഞ് കൊടുക്കുന്നതല്ല, വെൽഫെയർ ആയിട്ട് കൊടുക്കുന്നതാണ്, അല്ലെങ്കിൽ സാലറി ആയിട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു എമൗണ്ട് ഗവൺമെന്റിന് തിരിച്ച് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ടാക്സ് അങ്ങോട്ട് ക്ലെയിം ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് പോലെ ഇത് ഗവൺമെന്റിന് ഇങ്ങോട്ട് ക്ലെയിം ചെയ്യാൻ സാധിക്കില്ല. അത്തരത്തിലുള്ള ചെലവുകളെയാണ് നമ്മൾ റവന്യൂ ചെലവുകൾ എന്ന് പറയുന്നത്. അത് ഗവൺമെന്റ് ഒരു ആസ്തി ഉണ്ടാക്കി കൊടുക്കുകയല്ല ചെയ്യുന്നത്, അല്ലെങ്കിൽ ഗവൺമെന്റിന് നാളെ തിരിച്ചെടുക്കാൻ കഴിയുന്ന ഒന്നാക്കി മാറ്റുകയല്ല ചെയ്യുന്നത്.
ഒരു വൺ വേ രീതിയിൽ ചെലവഴിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനാണ് നമ്മൾ റവന്യൂ ചെലവുകൾ അഥവാ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നുള്ള കാര്യം മനസ്സിലാക്കുക. കേന്ദ്ര സർക്കാരിന്റെ വിവിധ വകുപ്പുകളുടെ പ്രവർത്തനം, വിവിധ സേവനങ്ങൾ ലഭ്യമാക്കൽ, സർക്കാർ വായ്പകളുടെ പലിശ അടവ്, സംസ്ഥാന സർക്കാരുകൾക്കും മറ്റ് ഏജൻസികൾക്കുമുള്ള ഗ്രാന്റുകൾ, അവ ആസ്തി സൃഷ്ടിക്കുന്നവയാണെങ്കിൽ പോലും തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട എല്ലാ ചെലവുകളും റവന്യൂ ചെലവിന്റെ പരിധിയിൽപ്പെടുന്നു. ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഓരോ ഉദാഹരണങ്ങളും അങ്ങനെ തന്നെ മനസ്സിലാക്കുക. സർക്കാർ വകുപ്പുകളുടെ പ്രവർത്തനം, ഗവൺമെന്റിന് ഒരുപാട് മിനിസ്ട്രികളുണ്ട്. ഈ മിനിസ്ട്രികളുടെയൊക്കെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. ഈ ഡിപ്പാർട്ട്മെന്റ്സിന് ഒരു ചെലവുണ്ട്. ഇത് പ്രവർത്തിക്കണമെങ്കിൽ, ഒരു സിസ്റ്റം പ്രവർത്തിക്കണമെങ്കിൽ ഒരു ചെലവുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. കൂടാതെ വിവിധ സേവനങ്ങൾ ലഭ്യമാക്കുന്നു. ഇതിലൂടെ ഗവൺമെന്റ് ഒരുപാട് സേവനങ്ങൾ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു, ജനങ്ങളിലേക്ക് ലഭ്യമാക്കുന്നു. സർക്കാർ വായ്പകളുടെ പലിശ അടവ്, സർക്കാർ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ് വായ്പ എന്നുള്ള കാര്യം മനസ്സിലാക്കുക. എന്നാൽ ഗവൺമെന്റ് ഇതിന് പലിശ അടക്കേണ്ടി വരുന്നു. ഈ പലിശ എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യുന്നില്ല, തിരിച്ചു കിട്ടുന്നില്ല. നമ്മുടെ എമൗണ്ടിലുള്ള ക്യാപിറ്റലിന് മുകളിൽ വീണ്ടും വരുന്ന ഒരു ചാർജ് ആണ് എന്തെന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള പലിശ എന്ന് പറയുന്നത്. പലിശ കൊടുക്കുക എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഈ റവന്യൂ എന്നുള്ള ഒരു എക്സ്പെൻഡിച്ചർ ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. സംസ്ഥാന സർക്കാരുകൾക്ക് മറ്റ് ഏജൻസികൾക്കും ഗവൺമെന്റ് ഗ്രാന്റുകൾ കൊടുക്കുന്നു. ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്കോ സ്ഥാപനങ്ങൾക്കോ അല്ലെങ്കിൽ ഈ പറഞ്ഞ സർക്കാർ സ്ഥാപനങ്ങളായിട്ടില്ലാത്ത ഗവൺമെന്റുകൾക്കോ അല്ലെങ്കിൽ ഏറ്റവും താഴെക്കിടയിലുള്ള LSDD ഡിപ്പാർട്ട്മെന്റുകൾക്കോ ഇവർക്കൊക്കെ ഗവൺമെന്റ് ഗ്രാന്റുകൾ കൊടുക്കുന്നു. ഇവരുടെയൊക്കെ പ്രവർത്തനം കുറച്ചും കൂടി ഈസി ആയിട്ട് നടക്കാൻ വേണ്ടിയിട്ട് ഗ്രാന്റുകൾ കൊടുക്കുന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഈ ഗ്രാന്റുകൾ കൊടുക്കുന്ന സമയത്ത് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നില്ല, ഇതൊരു തിരിച്ചങ്ങനെ തന്നെ ഫിനാൻഷ്യലായിട്ട് കടം കൊടുക്കുന്നത് പോലെയല്ല, അവരുടെ ചെലവിന് വേണ്ടി ഗവൺമെന്റ് അറിഞ്ഞു കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾ തിരിച്ചു കിട്ടാത്തതുകൊണ്ട് തന്നെ അത് റവന്യൂ എക്സ്പെൻഡിച്ചറിൽ പെടും. കൂടാതെ ഇപ്പം നമ്മൾ കൊടുക്കുന്ന ഒരു എമൗണ്ട് അവരത് ആസ്തി സൃഷ്ടിക്കാൻ വേണ്ടിയാണ് എടുക്കുന്നത് എങ്കിൽ പോലും നമ്മളത് അറിയേണ്ട കാര്യമില്ല. നമ്മൾ കൊടുക്കുന്നത് ഗ്രാൻഡ് ആയിട്ടാണ്. അവരത് എങ്ങനെ ചെലവഴിക്കുന്നു നോക്കേണ്ട ആവശ്യമില്ല. സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റിന് കൊടുത്തു. സ്റ്റേറ്റ് ഗവൺമെന്റ് അത് ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ട് ഒരു അസറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അസറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. സ്റ്റേറ്റ് ഗവൺമെന്റ് ചെയ്യുന്ന പരിപാടി എന്ന് പറയുന്നത് ക്യാപിറ്റൽ അസറ്റ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. എന്നാൽ സെൻട്രൽ ഗവൺമെന്റ് അത് കൊടുക്കുന്ന സെൻട്രൽ ഗവൺമെന്റ് ചെയ്യുന്നത് പ്രധാനമായിട്ടും എന്തിലാണ്, ഇത് റവന്യൂ എക്സ്പെൻഡിച്ചറിലാണ്. കാരണം അവരത് തിരിച്ച് പ്രതീക്ഷിക്കുന്നില്ല. ആ സ്റ്റേറ്റ് ഗവൺമെന്റ് തിരിച്ച് കിട്ടാൻ പാകത്തിന്റെ അസറ്റ് ആയിട്ട് മാറ്റുന്നുണ്ടെങ്കിൽ പോലും അത് പ്രൈമറിലി കൺസിഡർ ചെയ്യേണ്ടത് സെൻട്രൽ ഗവൺമെന്റ് കൊടുക്കുന്ന എമൗണ്ട് എന്താണെന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ അത് എപ്പോഴും എന്തായിരിക്കും, റവന്യൂ ചെലവുകൾ തന്നെയായിരിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. തുടങ്ങിയവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നു, റവന്യൂ ചെലവിന്റെ പരിധിയിൽ പെടുന്നു. അപ്പോൾ എന്തൊക്കെയാണ് ഉദാഹരണം? സർക്കാരിന്റെ വിവിധ വകുപ്പുകളുടെ പ്രവർത്തനം, അവിടെയുള്ള ആളുകളുടെ സാലറി കൊടുക്കൽ, അലവൻസ് കൊടുക്കൽ, വിവിധ സേവനങ്ങൾ ലഭ്യമാക്കൽ, സർക്കാർ വായ്പകളുടെ പലിശ അടവ്, സർക്കാർ സ്ഥാപനങ്ങൾക്കും ഏജൻസികൾക്കുമുള്ള ഗ്രാന്റുകൾ കൊടുക്കുന്നത്, ഇതെല്ലാം റവന്യൂ ചെലവുകളുടെ പരിധിയിൽ പെടുന്നു. റവന്യൂ ചെലവിനെ നമുക്ക് വീണ്ടും പദ്ധതി ചെലവുകളെന്നും പദ്ധതി ഇതര ചെലവുകളെന്നും നമുക്ക് പ്രധാനമായിട്ട് തിരിക്കാം. നമ്മൾ പറഞ്ഞ പോലെ പ്രോപ്പർ ആയിട്ടുള്ള പ്ലാനിംഗ് ഉണ്ടാവും. ഇന്ന പോലെ പദ്ധതികൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന ചെലവുകൾ ഉണ്ടാവും. ഇത് കൂടാതെ ഗവൺമെന്റിന് വേറെ പല രീതിയിലുള്ള ചെലവുകളും വരാം. ഇത് നമ്മൾ പദ്ധതി ചെലവെന്നും പദ്ധതി ഇതര ചെലവെന്നും രണ്ടായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ക്ലാസിഫൈ ചെയ്ത് മാറ്റുന്നുണ്ട്. ഇനി മൂലധന ചെലവ്, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യത്തിന്റെ നേരെ ഓപ്പോസിറ്റ്. അതായത് മൂലധന ചെലവ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, അത് ഒരു 2 വേ ആയിട്ട് മാറുന്നു. ഭൗതിക ആസ്തികളോ ധനകാര്യ ആസ്തികളോ സൃഷ്ടിക്കുന്നതിനോ സർക്കാരിന്റെ സാമ്പത്തിക ബാധ്യത കുറയ്ക്കുന്നതോ ആയ ചെലവുകളാണ് മൂലധന ചെലവിൽ ഉൾപ്പെടുന്നത്. നമ്മൾ ഗ്രാന്റിന്റെ കേസ് പറഞ്ഞു. ഇപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് കൊടുക്കുന്ന കാര്യം സ്റ്റേറ്റ് ഗവൺമെന്റ് ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് വേണമെങ്കിൽ ചിലവഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് എന്താണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് ഗവൺമെന്റിന് കയ്യിൽ നിന്ന് പോകുക മാത്രമല്ല, അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല, പോകുന്നത് തിരിച്ചു വരാം. നമ്മളൊരു ക്യാപിറ്റൽ അസറ്റ് വാങ്ങാൻ വേണ്ടി പൈസ ചെലവഴിക്കുന്നു. അപ്പോൾ നമുക്ക് നാളെ അതെന്താണ്, അതൊരു പ്രോപ്പർ നമ്മളൊരു സെൻട്രൽ ഗവൺമെന്റ് ഒരു പുതിയ സ്ഥാപനം തുടങ്ങുകയാണ്. നാളെ മുതൽ ഈ സ്ഥാപനം അവർക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ആ സ്ഥാപനത്തിന് വേണ്ടി ഇടുന്ന പൈസ എന്ന് പറയുന്നത് നാളെ ഇവർക്ക് ഒരു വരുമാനം തിരിച്ച് സൈക്ലിക്കലായിട്ട് കൊടുക്കാൻ സാധ്യതയുള്ളതാണ്. അങ്ങനെ ആകുമ്പോൾ അതിന് എന്ത് വിളിക്കാം, ക്യാപിറ്റൽ അസറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതായതുകൊണ്ട് അതിനെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് നമുക്ക് വിളിക്കാം. അപ്പോൾ ഭൗതിക ആസ്തികളോ ധനകാര്യ ആസ്തികളോ ഗവൺമെന്റിന് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്ന സർക്കാരിന്റെ സാമ്പത്തിക ബാധ്യത കുറയ്ക്കുന്നതായിട്ടുള്ള ചെലവുകളാണ് മൂലധന ചെലവിൽ പ്രധാനമായിട്ടും ഉണ്ടാവുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഭൂമി ഏറ്റെടുക്കൽ, കെട്ടിടം, യന്ത്രങ്ങൾ പോലുള്ള ഉപകരണങ്ങൾ എന്നിവയ്ക്കുള്ള ചെലവുകൾ, ഓഹരികളുടെ നിക്ഷേപം, അപ്പോൾ പ്രധാനമായിട്ട് ഇത്ര പോയിന്റ് ആദ്യം ഓർത്തിരിക്കുക. ഗവൺമെന്റ് ഭൂമി വാങ്ങുകയോ കെട്ടിടം, യന്ത്രങ്ങൾ, ഉപകരണങ്ങൾ എന്നിവയൊക്കെ വാങ്ങുകയോ ചെയ്യുമ്പോൾ ഇതുകൊണ്ടൊക്കെ ഒരു പ്രവർത്തനമുണ്ട്. ഈ പ്രവർത്തനം നാളെ ഗവൺമെന്റ് അതുകൊണ്ട് റിട്ടേൺസ് കൊടുക്കുന്നുണ്ടെന്നുള്ള കാര്യം ഓർക്കുക. അങ്ങനെ ടു വേ രീതിയിലുള്ള ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ആവുന്ന സമയത്ത് അതെന്തിൽ വരും, ഈ മൂലധനം അഥവാ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നുള്ള പേരിൽ ഒരു കാറ്റഗറിയിൽ വരുന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓഹരികളുടെ നിക്ഷേപം, ഓഹരികളിൽ എന്തിനാണ് നമ്മൾ നിക്ഷേപിക്കുന്നത്? നിങ്ങളൊക്കെ ഒരുപാട് ചിലപ്പോൾ പല രീതികളും ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ടാകും ഓഹരികളിൽ. ഓഹരികളിൽ നമ്മൾ നിക്ഷേപിക്കുന്നതിന്റെ പ്രധാന ഉദ്ദേശം നാളെ നമുക്ക് തിരിച്ചു കിട്ടുമെന്ന് നമുക്കറിയാം. അത് ചിലപ്പോൾ ലാഭമോ നഷ്ടമോ ആവുന്നുള്ള കാര്യം ഒരു ഡെസ്പൈറ്റ് അവിടെ നിൽക്കട്ടെ, അത് നിങ്ങൾക്ക് എന്തായാലും റിട്ടേൺസ് തരാനുള്ള എക്സ്പെക്ടേഷനാണ് നമ്മളവിടെ നിക്ഷേപിക്കുന്നത്. അപ്പോൾ ഷെയർ വാങ്ങുക എന്ന് പറയുന്നത് എന്താണ്, ആ ഷെയറുകൾ നാളെ പ്രോഫിറ്റബിൾ ആയിട്ട് നമുക്ക് തിരിച്ചു വരും. അപ്പോൾ തിരിച്ചു വരുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ അത് എന്തിൽ വരുന്നു, മൂലധന ചെലവിൽ വരുന്നു. കൂടാതെ
സംസ്ഥാനങ്ങൾക്കോ കേന്ദ്രഭരണ പ്രദേശത്തെ സർക്കാരുകൾക്കോ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കോ ഒക്കെ വായ്പകൾ കൊടുക്കുന്നു അല്ലെങ്കിൽ മുൻകൂർ സഹായം കൊടുക്കുന്നു എന്നൊക്കെ പറയുന്നത് മൂലധന ചെലവിന്റെ ഭാഗമാണ്. നമ്മൾ മുന്നേ പറഞ്ഞ ഗ്രാൻറ്റുകളും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഗ്രാൻറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് എനിക്ക് നാളെ തിരിച്ച് വേണ്ട, നിങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിന് ചെലവഴിച്ചോ എന്ന് പറഞ്ഞ് കൊടുക്കുന്നതിനാണ് നമ്മൾ ഗ്രാൻറ്റുകൾ എന്ന് പറയുക. അതെന്തിൽ വരുന്നു? റവന്യൂ ചെലവുകളിൽ വരുന്നു എന്ന് പറഞ്ഞു. ഇനി നമ്മളിപ്പോൾ പറഞ്ഞ ക്യാപിറ്റൽ ചെലവുകളിലേക്ക് വരുന്ന കാര്യം എന്താണ്? ഗവൺമെന്റ് കൊടുക്കുന്ന വായ്പകൾ. ഇപ്പോൾ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടുകയാണ്, അവർക്ക് ഒരു 100 കോടി രൂപയുടെ ആവശ്യമുണ്ട്. അപ്പോൾ അതൊരു വായ്പയായിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ എന്ത് വരുന്നു? നാളെ ഗവൺമെന്റ് തിരിച്ചു ചോദിക്കുന്നുണ്ട്, അപ്പോൾ അത് 2A ആയിട്ട് മാറി, നാളെ തിരിച്ചു തരണം. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ചിലവ് എന്താണ്? ഇൻട്രസ്റ്റോട് കൂടി നമുക്ക് തിരിച്ചു കിട്ടും. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് അതിനെന്ത് വിളിക്കാം? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ട് നമുക്ക് വിളിക്കാനായിട്ട് സാധിക്കും. ബജറ്റ് രേഖയിൽ മൂലധന ചെലവിനെയും പദ്ധതി ചെലവ്, പദ്ധതി ഇതര ചെലവ് എന്ന് തിരിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും പദ്ധതി ചെലവും പദ്ധതി ഇതര ചെലവ് എന്ന് പറയുന്നത് ബജറ്റ് രേഖയിൽ മൂലധന ചെലവിനെയും തിരിക്കുന്നുണ്ട്. പ്ലാനും നോൺ പ്ലാൻ എന്നങ്ങൾ പറഞ്ഞ പോലെ പദ്ധതി ചെലവും പദ്ധതി ഇതര ചെലവായിട്ട് ഇതിനെയും തരംതിരിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. കൂടാതെ കേന്ദ്ര പദ്ധതികൾ, സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും പദ്ധതികൾക്കുള്ള കേന്ദ്ര സഹായം എന്നിവ മൂലധന പദ്ധതി ചെലവിന്റെ ഭാഗമാണ്. എന്താണ് ഈ പദ്ധതി ചെലവ് എന്നാണ് നമ്മൾ പറഞ്ഞത്? എന്താണ്? പദ്ധതികൾക്ക് വേണ്ടി ചെലവഴിക്കുന്നതാണ്. നമുക്ക് പേര് കേൾക്കുമ്പോൾ മനസ്സിലാവും. കേന്ദ്ര പദ്ധതികൾ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും കേന്ദ്രം സ്വന്തമായിട്ട് ഡയറക്റ്റ് ചെലവാക്കുന്നത്, കൂടാതെ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും പദ്ധതികൾക്കുള്ള കേന്ദ്ര സഹായം എന്നിവയെല്ലാം മൂലധന പദ്ധതി ചെലവിന്റെ ഭാഗമാണ്. ഇപ്പോൾ ഇവർ നടത്തുന്ന ക്യാപിറ്റൽ ആയിട്ടുള്ള രീതിയിലുള്ള എക്സ്പെൻഡിച്ചറുകൾ, അപ്പോൾ വലിയ രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റുകൾ, ഇതിനുള്ള കേന്ദ്ര പദ്ധതികൾ ഉണ്ടാവാം. സംസ്ഥാനങ്ങളും ബാക്കിയുള്ള ലെജിസ്ലേറ്റീവ് ഗവൺമെന്റുകളോ അല്ലെങ്കിൽ ബാക്കിയുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളോ ഒക്കെ ചെലവഴിക്കുന്നുണ്ടാവാം. ഇത്തരത്തിലുള്ള പദ്ധതി ചെലവുകളാണ് നമ്മൾ മൂലധന പദ്ധതി ചെലവ് എന്ന് പറയുന്നത്. കൂടാതെ സർക്കാർ ലഭ്യമാക്കുന്ന വിവിധ പൊതു സാമ്പത്തിക സാമൂഹ്യ സേവനങ്ങൾക്കുള്ള ചെലവാണ് മൂലധന പദ്ധതി ഇതര ചെലവ് എന്ന് പറയുന്നത്. പദ്ധതി ഇതര ചെലവ് എന്ന് പറഞ്ഞാൽ എന്താണ്? സർക്കാർ ലഭ്യമാക്കുന്ന വിവിധ പൊതു സാമ്പത്തിക സാമൂഹ്യ സേവനങ്ങൾക്കുള്ള ചെലവ്. ഒരു പദ്ധതിക്ക് വേണ്ടി മാത്രമല്ല, കൂടാതെ സർക്കാർ ലഭ്യമാക്കുന്ന വിവിധ പൊതു സാമ്പത്തിക സാമൂഹ്യ സേവനങ്ങൾക്കുള്ള ചെലവുകളാണ് നമ്മൾ മൂലധന പദ്ധതി ഇതര ചെലവുകളെന്നും വിളിക്കുന്നത്. അപ്പോൾ മൂലധന ചെലവുകളെ മൂലധന പദ്ധതി ചെലവുകളെന്നും മൂലധന പദ്ധതി ഇതര ചെലവുകളെന്നും വിളിച്ചു. കൂടാതെ റവന്യൂ ചെലവ് പറഞ്ഞപ്പോഴും അതിലും പദ്ധതിയും പദ്ധതി ഇതരവും ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ നമ്മൾ വികസന ചെലവുകളും വികസനേതര ചെലവുകളും എന്ന് പറഞ്ഞ പുതിയ ക്ലാസിഫിക്കേഷനിലേക്ക് കടക്കുകയാണ്. അതിന് മുന്നേ നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് നോക്കുകയാണ്. എന്താണ് ബജറ്റ് എന്ന് നമ്മൾ പറഞ്ഞു. കൂടാതെ ബജറ്റിനെ തന്നെ നമ്മൾ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, റവന്യൂ എന്നും ക്യാപിറ്റൽ എന്നും. ബേസിക്കലി നമ്മൾ പറഞ്ഞ കാര്യം മനസ്സിലാക്കുക. അതായത് റവന്യൂ എന്ന് പറയുമ്പോൾ ഒരു 1 വേ ആണെന്നും അതുപോലെ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ഒരു 2 വേ ആണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി. മൂലധനം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിടത്ത് ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തുകയാണ്, നമുക്ക് തിരിച്ചു കിട്ടും. മൂലധന ചെലവുകൾ എന്ന് പറഞ്ഞാലോ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന ചെലവ് നമ്മൾ തിരിച്ച് എക്സ്പെക്ട് ചെയ്യാവുന്ന രീതിയിലായിരിക്കും മൂലധനം. തിരിച്ച് എക്സ്പെക്ട് ചെയ്തില്ലെങ്കിൽ എന്തായിരിക്കും? അത് റവന്യൂ ആയിരിക്കും. വരവുകളാണെങ്കിൽ അങ്ങനെയാണ്. നമ്മൾ തിരിച്ചൊന്നും കൊടുക്കേണ്ടാതെ നമുക്ക് ഇങ്ങോട്ട് മാത്രം കിട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ റവന്യൂ വരവായിട്ടും, തിരിച്ചെന്തെങ്കിലും നമുക്ക് കിട്ടുന്ന രീതിയിൽ 2 വേ ആയിട്ട് മാറുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ മൂലധന വരവായിട്ട് നമുക്ക് കണക്ക് കൂട്ടാം. ഇങ്ങോട്ട് വരുന്ന കാര്യം നമ്മൾ എന്ത് ചെയ്യണം? നാളെ തിരിച്ചു കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ നമുക്ക് ഒരു അസറ്റ് വിറ്റിട്ട് നമുക്ക് എടുക്കേണ്ടി വരും. എന്നാണ് മൂലധന വരവ് നമ്മൾ മനസ്സിലാക്കി. അതിൽ തന്നെ പ്ലാന്റും നോൺ പ്ലാന്റും ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി. അതുപോലെ നമ്മൾ അടുത്ത ഒരു ക്ലാസിഫിക്കേഷനിലേക്ക് കടക്കുകയാണ്. വികസന ചെലവുകൾ, ഗവൺമെന്റിന്റെ ചെലവുകളെ നമുക്ക് രണ്ടായിട്ട് പിന്നീട് തിരിക്കാവുന്ന അല്ലെങ്കിൽ പൊതു ചെലവുകൾ തിരിക്കാവുന്ന വേറൊരു ക്ലാസിഫിക്കേഷനാണ് വികസന ചെലവുകൾ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഒക്കെ നടത്തും. നമ്മളിപ്പോൾ ഈ ഒരു പിക്ചറിൽ കാണിച്ചിരിക്കുന്ന പോലുള്ള ചെലവുകളാണ് നമ്മൾ ആദ്യമായിട്ട് വികസന ചെലവുകൾ അഥവാ ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. രാജ്യത്തിന്റെ സാമ്പത്തികവും സാമൂഹികവുമായ വികസനവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ചെലവുകളെ വികസന ചെലവുകൾ എന്ന് വിളിക്കുന്നു. ഇവ രാജ്യത്തിന്റെ ഉൽപാദനക്ഷമതയും യഥാർത്ഥ സമ്പദ് വ്യവസ്ഥയും ഉത്തേജിപ്പിച്ചുകൊണ്ട് സാമ്പത്തിക വളർച്ചയ്ക്ക് വലിയ സംഭാവന നൽകുന്നതിനാൽ ഇവ ഉൽപാദന ചെലവുകൾ എന്നും അറിയപ്പെടുന്നു. ഒരു പ്രൊഡക്ടിവിറ്റിയാണ് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. വികസനം നടത്തുക എന്ന് പറയുമ്പോൾ നമുക്ക് പേരിൽ നിന്ന് മനസ്സിലാവും, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ആണ്. രാജ്യത്തിന്റെ സാമ്പത്തികവും സാമൂഹികമായ വികസനമായിട്ട് അത് നേരിട്ട് എന്ത് ചെയ്യുന്നു? കണക്റ്റഡ് ആണ്. കൂടാതെ രാജ്യത്തിന്റെ ഉൽപാദനക്ഷമത അതോ പ്രൊഡക്ടിവിറ്റി കൂട്ടുന്നു, യഥാർത്ഥ സമ്പദ് വ്യവസ്ഥയെ അത് ഉത്തേജിപ്പിക്കുന്നു. അപ്പോൾ ഒരു പ്രൊഡക്ടിവിറ്റി കൂട്ടുക എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു കാര്യം ചെയ്യുന്നതിലൂടെ ഒരുപാട് ആളുകൾക്ക് തൊഴിൽ കിട്ടുന്നു, അതുവഴി പ്രൊഡക്ടിവിറ്റി കൂട്ടുന്നു, അതുവഴി സെല്ലിംഗ് കൂടുന്നു, കൂടുതൽ ആളുകൾ സാധനങ്ങൾ വാങ്ങാൻ തയ്യാറാവുന്നു, അവരുടെ റവന്യൂ കൂടുന്നു, വരുമാനം കൂടുന്നു, ഇതുവഴി കൂടുതൽ ചിലവാക്കുന്നു. ഈ ഒരു സൈക്ലിക്കലായിട്ട് ഗവൺമെന്റിന്റെ ഗ്രോത്ത് കുറച്ചുകൂടെ കൂട്ടുകയാണ് പ്രധാനമായിട്ടും ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ഇതിനെ ഉൽപാദന ചെലവുകൾ എന്നും പ്രധാനമായിട്ട് വിളിക്കാറുണ്ട്. പ്രധാനമായിട്ടും റോഡ്, പാലം, തുറമുഖം എന്നിവ നിർമ്മിക്കുക, പുതിയ സംരംഭങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആരംഭിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങൾക്കുള്ള സർക്കാർ ചെലവുകളെയാണ് നമ്മൾ വികസന ചെലവുകൾ എന്ന് വിളിക്കുന്നത്. ഇതൊരു വലിയ ഇൻവെസ്റ്റ്മെന്റ് ആണ്. നാളെ നമുക്ക് ഇത് വലിയ രീതിയിലുള്ള ഒരു പ്രൊഡക്ടിവിറ്റി ആ ഒരു ചുറ്റിനും ഉണ്ടാക്കുന്നതിനാണ് നമ്മൾ വികസന ചെലവുകൾ എന്ന് പ്രധാനമായിട്ടും പറയുന്നത്. ഇതൊക്കെ ഒരു ക്യാപിറ്റൽ എന്ന രീതിയിൽ നമുക്ക് കാണാൻ കഴിയുന്നവയാണ്. റോഡ്, പാലം, തുറമുഖ പോലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്സ്, കൂടാതെ പുതിയ സംരംഭങ്ങൾ വികസിപ്പിക്കുക, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുക, ഇതെല്ലാം എന്തിൽ പെടുന്നു? ഈ വികസന ചെലവുകളിൽ പെടുന്നു. അത് ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്.
അത് നാളെ പ്രൊഡക്ടിവിറ്റിക്ക് കാരണമാവുകയും നാട്ടിലൊരു വികസനത്തിന് കാരണമാവുകയും ചെയ്യുന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇത് കൂടാതെ വികസനേതര ചെലവുകളാണെങ്കിലോ നോൺ ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ ആണെങ്കിലോ നാട്ടിലുള്ള വികസനത്തിന് വേണ്ടി അല്ലാതെ ഗവൺമെന്റ് ചിലവഴിക്കുന്ന കാര്യങ്ങളെയാണ് നമ്മൾ വികസനേതര ചെലവുകൾ എന്ന് വിളിച്ചത്. രാജ്യഭരണത്തിനും പൊതുസേവനങ്ങൾക്കുമായി സർക്കാർ നിരന്തരം വഹിക്കുന്ന ചെലവുകളാണ് വികസനേതര ചെലവുകൾ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമ്മൾ പ്രധാനമായിട്ടും പ്രതിരോധം, പലിശ, പെൻഷൻ, മഹാമാരികൾ, പ്രകൃതി ദുരന്തങ്ങൾ തുടങ്ങിയവയ്ക്കുള്ള ചെലവുകളാണ് നമ്മൾ പ്രധാനമായിട്ടും വികസനേതര ചെലവുകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു നാട്ടിൽ പെട്ടെന്ന് ഒരു കോവിഡ് വന്നു, അല്ലെങ്കിൽ നമ്മളൊരു പേമാരി വന്നു, പ്രശ്നം ഉണ്ടായി, അല്ലെങ്കിൽ ഒരു വെള്ളപ്പൊക്കം വന്നു, ഇത്തരത്തിൽ പെട്ടെന്ന് അൺപ്ലാൻഡ് ആയിട്ട് നമ്മൾ നടക്കുന്ന ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഗവൺമെന്റ് കൂടുതൽ ചെലവുകൾ എന്ത് ചെയ്യണം, ഈ ഒരു റീകൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് ചെലവഴിക്കേണ്ടി വരുന്നു. അപ്പോൾ വീണ്ടും പഴയതുപോലെ ആക്കാൻ വേണ്ടിയിട്ടും അത് ആളുകൾക്ക് ധനസഹായം കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ചെലവഴിക്കേണ്ടി വരുന്നു. നമ്മുടെ നാട്ടിൽ വികസനം ഉണ്ടാക്കുകയല്ല, അത്തരത്തിലുണ്ടാകുന്ന ഒരു കണ്ടിജൻസി സിറ്റുവേഷൻ ഗവൺമെന്റ് മറികടക്കാനാണ് ശ്രമിക്കുന്നത്. ആ ഒരു തരത്തിലുള്ള ചെലവുകൾ നമുക്ക് വികസനേതര ചെലവുകൾ എന്ന് വിളിക്കാം. കൂടാതെ പ്രതിരോധത്തിന് വേണ്ടിയിട്ട് നമ്മുടെ അയൽ രാജ്യങ്ങളുമായിട്ട് നമുക്ക് എപ്പോഴും പ്രശ്നങ്ങളാണ്. ചൈനയായിട്ട് പ്രശ്നമുണ്ട്, പാകിസ്ഥാനായിട്ട് പ്രശ്നമുണ്ട്, ബംഗ്ലാദേശുമായിട്ട് പ്രശ്നമുണ്ട്. ഇത്തരത്തിലുള്ള രാജ്യങ്ങളുമായിട്ടുള്ള കോൺഫ്ലിക്ട്സ് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ബോർഡറിൽ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് നടത്തേണ്ടി വരുന്നു. അത് ഗവൺമെന്റിന് എന്തിന് ചിലവാണ്, ഒരു അഡീഷണൽ ചിലവാണ്, ആ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ളതാണ്. ആ ഒരു ഏരിയ പ്രൊട്ടക്ട് ചെയ്യുക, ഫോറിൻ ഇൻവേർഡേഴ്സ് നമ്മുടെ നാട്ടിലേക്ക് കടക്കാതിരിക്കുക എന്നുള്ള, ഇൻട്രൂഷൻസ് ഒക്കെ പ്രതിരോധിക്കുക എന്നുള്ള രീതിയിലായിരിക്കും ഗവൺമെന്റ് ഇതിനെ കാണുന്നത്. അത് ഗവൺമെന്റ് അഡീഷണൽ ചിലവാണ്, അതൊരു വികസനേതര ചിലവാണ്. കൂടാതെ പലിശ കൊടുക്കുന്നത്, ഗവൺമെന്റ് എടുക്കുന്ന വായ്പകൾക്ക് പലിശ കൊടുക്കുന്നത്, പെൻഷൻ കൊടുക്കുക എന്നൊക്കെ പറയുന്നത് വികസനേതര ചെലവുകളാണ്. അത് ഗവൺമെന്റിന്റെ ചെലവുകൾ, വൺ സൈഡഡ് ചെലവ്, അതൊരു റവന്യൂ പോലെ എന്ത് ചെയ്യുന്നു, ഒരു സൈഡിലേക്ക് മാത്രം ഫ്ലോ ചെയ്യുന്ന രീതിയിലാണ് പോകുന്നത്. അതിനാണ് നമ്മൾ വികസനേതര ചെലവുകൾ എന്ന് പ്രധാനമായിട്ടും വിളിച്ചത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായിട്ടും എടുത്തിരിക്കുന്ന റെഫറൻസ് ക്ലാസ് 7 ക്ലാസ് 12 ആണ്. അപ്പോൾ ക്ലാസ് 7 സോഷ്യൽ സയൻസ് ചാപ്റ്റർ 10 ക്ലാസ് 12 എക്കണോമിക്സ് ചാപ്റ്റർ 5 ആണ് നമ്മൾ റെഫറൻസ് ആയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ നമുക്ക് ഒന്നും കൂടെ ആലോചിച്ച് നോക്കാം, വീണ്ടും ഒന്നും കൂടെ നമുക്കൊന്ന് പറയാം. ബജറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ തുടങ്ങിയത്, ബജറ്റിന്റെ ഒറിജിൻ ബുഗറ്റ് എന്ന് പറഞ്ഞ വാക്കിൽ നിന്നാണെന്ന് പറഞ്ഞു, ഫ്രഞ്ച് പദമാണെന്ന് പറഞ്ഞു. ഇത് ആദ്യമായിട്ട് ഇന്ത്യയിൽ ആർ കെ ഷൺമുഖം ചെട്ടിയാണ് സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായിട്ട് അവതരിപ്പിച്ചെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. പിന്നീട് ഇന്ത്യയിൽ ബജറ്റ് അവതരിപ്പിക്കുക എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 112 കോൺസ്റ്റിറ്റ്യൂഷനിൽ മെൻഷൻ ചെയ്തിട്ടുള്ള കാര്യം നമ്മൾ പറഞ്ഞു. അത് ഗവൺമെന്റിന്റെ ബാധ്യതയാണ് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ഗവൺമെന്റിന് ഒരു ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അവതരിപ്പിക്കുക, ഓരോ വർഷം മാർച്ച് മുതൽ ഏപ്രിൽ വരെ നീളുന്ന ഒരു സാമ്പത്തിക വർഷത്തിൽ ഇത് അവതരിപ്പിക്കുന്നത് ഗവൺമെന്റിന്റെ ഒരു ബാധ്യതയാണെന്ന് നമ്മൾ പറഞ്ഞു. അതാണ് ആർട്ടിക്കിൾ 112 പറയുന്നത് എന്ന് പറഞ്ഞു. അത് ഗവൺമെന്റിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. കൂടാതെ ബജറ്റിൽ തന്നെ റവന്യൂ എന്നും ക്യാപിറ്റൽ എന്നും പറഞ്ഞു. അതിൽ തന്നെ വികസന ചെലവുകളും വികസനേതര ചെലവുകളും എന്താണ്, പ്ലാന്റ് നോൺ പ്ലാന്റ് എന്താണ്, കൂടാതെ പ്രധാനമായിട്ടും ഈ റവന്യൂ ചെലവുകളെയും റവന്യൂ വരുമാനങ്ങളെയും കൂടാതെ നമ്മൾ ക്യാപിറ്റൽ ചെലവുകളെയും ക്യാപിറ്റൽ വരവുകളെയൊക്കെ നമ്മൾ ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. ടാക്സിൽ നിന്ന് കളക്ട് ചെയ്യുന്ന എമൗണ്ടുകളൊക്കെ എന്താണ്, ഗവൺമെന്റിലേക്ക് വൺ സൈഡഡ് ആയിട്ട് വരുന്നത് കൊണ്ട് തന്നെ ഈ ടാക്സേഷൻ പോലുള്ള കാര്യങ്ങളും നോൺ ടാക്സേഷൻ റവന്യൂകൾ എന്നൊക്കെ പറയുന്നത് എന്തിൽ വരുന്നു, നമ്മുടെ റവന്യൂവിൽ വരുന്നുള്ള കാര്യം പറഞ്ഞു. നമ്മളൊരു അസറ്റ് വിറ്റ് കൊണ്ടോ നമ്മളൊരു വായ്പ എടുത്തുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ബജറ്റ് ഫിനാൻസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അതിനെ ക്യാപിറ്റൽ ഇതിൽ പെടുത്താമെന്ന് പറഞ്ഞു. അപ്പോൾ 2 വേ ആണെങ്കിൽ എടുക്കുന്ന പൈസ തിരിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ കൊടുക്കുന്ന പൈസ തിരിച്ചു കിട്ടും. ഈ ഒരു രീതിയിൽ സൈക്ലിക്കലായിട്ട് പോകുന്ന കാര്യങ്ങളെ ക്യാപിറ്റൽ എന്നും, നമ്മൾ വൺ സൈഡഡ് ആയിട്ട് കളക്ട് ചെയ്തുകൊണ്ട് മാത്രം ഇരിക്കുന്നു, അല്ലെങ്കിൽ ചിലവ് അങ്ങോട്ട് കൊടുത്തുകൊണ്ട് മാത്രം ഇരിക്കുന്നു, അങ്ങനെ വരികയാണെങ്കിൽ അതിനെ റവന്യൂ എന്നും ബേസിക്കലി നമുക്ക് പെടുത്താം. ഒരു ഉദാഹരണം കാണുമ്പോൾ പെട്ടെന്ന് റവന്യൂ ആണോ ക്യാപിറ്റൽ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് 2 വേ ആണോ 1 വേ ആണോ എന്നുള്ള കാര്യം മാത്രം നോക്കിയാൽ മതി എന്നുള്ള കാര്യം പ്രധാനമായിട്ടും ഓർത്തിരിക്കുക. അപ്പോൾ അതിലുള്ള എക്സ്ക്ലൂഷൻസും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട് ക്ലാസ് വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് കേട്ട് നോട്ട് എഴുതിക്കൊണ്ട് എന്ത് ചെയ്യുക, ഇത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മളിതിൻ്റെ ഒരു 1 പാർട്ട് മാത്രമേ എന്ന് കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ പ്രധാനമായിട്ട് ഇതിൻ്റെ ബാക്കി പാർട്ടുകൾ ഈ പറഞ്ഞ ഒരു സെയിം ടോപ്പിക്കിൻ്റെ ഒരു സെക്കൻഡ് പോർഷൻ ആയിട്ട് നമ്മൾ വീണ്ടും അടുത്ത ക്ലാസ്സിൽ വരുന്നതായിരിക്കും. ഈ ഒരു ടോപ്പിക്കുമായിട്ടുള്ള ഡിസ്കഷൻസ് നടക്കുന്ന സമയത്ത് പ്രധാനമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ ഒന്ന് മനസ്സിലാക്കി വായിച്ചുറപ്പിക്കാൻ ശ്രമിക്കുക. കറണ്ട് അഫയേഴ്സുമായിട്ട് റിലവൻ്റ് ആയിട്ടും ഗവൺമെൻറ്റിൻ്റെ ബജറ്റുകൾ നോക്കിക്കൊണ്ടും ഈ ഒരു നിങ്ങളുടെ കയ്യിലുള്ള ഇൻഫർമേഷൻസ് അപ്ഡേറ്റ് ആക്കിക്കൊണ്ടിരിക്കാനും കൂടെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.